നമുക്ക് പഠിക്കാനുള്ളത് മെത്തേഡ്സ് ഓഫ് മെമ്മറി അലോക്കേഷൻ. നമ്മൾ മെമ്മറി അലോക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് മെമ്മറി അലോക്കേഷൻ? എന്താണ് മെമ്മറി അലോക്കേഷൻ? അവന്തിക, എന്താണ് മെമ്മറി അലോക്കേഷൻ എന്ന് പറഞ്ഞാല്? Memory allocation that takes place before the execution of the program. അത് മെമ്മറി അലോക്കേഷൻ എന്താ? അവിടെ കാണുന്നത് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ ആണ്. മെമ്മറി അലോക്കേഷൻ എന്ന് പറഞ്ഞാല് എന്താണ് നമ്മൾ ഇന്നലെ പഠിച്ചിട്ടില്ലേ? ഒരു വേരിയബിൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോ, ഒരു പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോ ആ പ്രോഗ്രാമിന് ആവശ്യമായിട്ടുള്ള മെമ്മറി എത്രയാണോ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? മാറ്റി വെക്കുകയാണ്. അതിനാണ് നമ്മൾ എന്തെന്ന് പറയാ? മെമ്മറി അലോക്കേഷൻ എന്ന് പറയാ. ഇന്റ് റോൾ നമ്പർ ഓഫ് അല്ലെങ്കിൽ കാർ നെയിം ഓഫ് 20 ഇതേപോലെ നമ്മൾ കൊടുത്തിട്ടില്ലേ? എന്തിനാ നെയിം ഓഫ് 20യും ഇന്റ് ഓഫ് 2 എന്നൊക്കെ കൊടുക്കുന്നത്? ഒരു ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ എത്ര സ്പേസ് വേണം? 28 ബൈറ്റ്സ് 26 ബൈറ്റ്സ് എന്നൊക്കെ പറയുന്ന ആൻസർ കിട്ടിയില്ലേ? കിട്ടിയില്ലടാ? കിട്ടിയിരുന്നു. ഓക്കെ, അതാണ് മെമ്മറി അലോക്കേഷൻ. അപ്പോ നമുക്കിവിടെ 2 ടൈപ്പ് മെമ്മറി അലോക്കേഷൻ ആണ് പഠിക്കാനുള്ളത്. ഒന്ന് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനും രണ്ടാമത് ഡൈനാമിക് മെമ്മറി അലോക്കേഷനും. 2 ടൈപ്പ് മെമ്മറി അലോക്കേഷൻ ആണ് പഠിക്കാനുള്ളത്. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനും ഡൈനാമിക് മെമ്മറി അലോക്കേഷനും. ഓക്കെ, ഫസ്റ്റ് എന്താണ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ? സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം ഒക്കെ എഴുതി, ഒരു C++ന്റെ പ്രോഗ്രാം എഴുതി, സി ഔട്ടും സി ഇന്നും ഒക്കെ വെച്ചിട്ട് ഒരു C++ പ്രോഗ്രാം എഴുതി. ഓക്കെ, ആ പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്യും? കമ്പൈൽ ചെയ്തിട്ടാണ് അതിനെ എന്ത് ചെയ്യുന്നത്? റണ്ണ് ചെയ്യുന്നത്. ഫസ്റ്റ് C++ പ്രോഗ്രാം ലാബിൽ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ഫസ്റ്റ് കമ്പൈൽ കൊടുക്കും, കമ്പൈൽ കൊടുത്ത ശേഷമാണ് റൺ കോഡ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ആ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു പ്രോഗ്രാം സ്റ്റോർ ചെയ്യാൻ എത്ര മെമ്മറി വേണം? കമ്പൈൽ ചെയ്യുന്നതിന് ആ ഒരു സമയത്ത് തന്നെ, ബിഫോർ ദി എക്സിക്യൂഷന്റെ മുന്നേ, അതായത് കമ്പൈൽ ചെയ്യുന്ന ടൈമിൽ തന്നെ ആ ഒരു പ്രോഗ്രാമിന് എത്ര സ്പേസ് വേണം എന്ന് പറയുന്നതിനെയാണ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ അല്ലേ? അപ്പൊ കമ്പൈൽ ടൈമിലാണ് അവിടെ അലോക്കേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ബിഫോർ ദി എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം ആണ് അവിടെ മെമ്മറി അലോക്കേഷൻ നടക്കുന്നത്. ഒരു ഫിക്സഡ് സൈസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ പ്രോഗ്രാം എൻഡ് ചെയ്യുന്നത് വരെ, അവിടെ വരെ ആവശ്യമുള്ള മെമ്മറി നമ്മൾ എന്ത് ചെയ്യും? ഈ എക്സിക്യൂഷന് മുന്നേ തന്നെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പം ഈ പ്രോഗ്രാമിന്റെ ലൈഫ് എത്ര മെമ്മറി ആവശ്യമുണ്ടോ അതത്രയും നമ്മൾ എന്ത് ചെയ്യും? ആദ്യം തന്നെ അലോട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഇനി അതേപോലെ തന്നെ ഈ ഒരു സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിരിക്കും. ഞാൻ പറയുന്ന പോയിന്റ്സ് നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും സ്പീഡിൽ നിങ്ങൾ റഫ് ആയിട്ട് എഴുതി വെക്കാം കേട്ടോ. ഇനി ഈ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിരിക്കും. കാരണം ഓൾറെഡി എക്സിക്യൂഷന് മുന്നേ തന്നെ നമ്മൾ ഇത്ര മെമ്മറി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ റൺ ടൈമിൽ വീണ്ടും അതിന് സ്പേസ് കണ്ടുപിടിക്കാൻ പോകേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് മെത്തേഡ്സ് ഓഫ് മെമ്മറി അലോക്കേഷൻ. യെസ്, പറഞ്ഞടാ ജവാദ.
യെസ് പറഞ്ഞോ, എന്താ പറഞ്ഞേ? ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. നമ്മൾ പറഞ്ഞു സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ ബിഫോർ ദി എക്സിക്യൂഷൻ ആണെങ്കിൽ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഡ്യൂറിങ് ദി എക്സിക്യൂഷൻ ആയിരിക്കും. പ്രോഗ്രാം റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, കമ്പൈല് കഴിഞ്ഞു, കമ്പൈലേഷന് ശേഷം റണ്ണ് ചെയ്യുന്ന സമയത്താണ് ഓരോ ഡാറ്റയ്ക്കും ആവശ്യമായിട്ടുള്ള മെമ്മറി നമ്മൾ എന്ത് ചെയ്യുന്നത്, മാറ്റി മാറ്റി വെക്കുന്നത്. എക്സിക്യൂഷന്റെ ടൈമിൽ അല്ലെങ്കിൽ റൺ ടൈമിലാണ് നമ്മൾ പ്രോഗ്രാമിന് ആവശ്യമുള്ള മെമ്മറി നമ്മൾ മാറ്റി വെക്കുന്നത്. അപ്പം പ്രോഗ്രാം നമ്മളിപ്പോ എഴുതുന്ന സമയത്തൊന്നും നമുക്ക് എന്ത് വേണ്ട, മെമ്മറി ഇപ്പം കറക്റ്റ് ആയിട്ട് അറിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ റൺ ചെയ്യുമ്പം അതിനാവശ്യമായിട്ടുള്ള മെമ്മറി അവിടെ സ്റ്റോർ ചെയ്യും. അതാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. ഓക്കെ, ഡൈനാമിക് ആയിട്ട് അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി. ആ മെമ്മറി അലോക്കേഷൻ എവിടെ നടക്കുന്നതെന്നാ പറഞ്ഞത്? പ്രോഗ്രാം റണ്ണ് ചെയ്യുന്ന സമയത്ത്. അപ്പം അങ്ങനെ പ്രോഗ്രാം റണ്ണ് ചെയ്യുന്ന സമയത്ത് മെമ്മറി അലോക്കേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ആ ഡൈനാമിക് മെമ്മറി അലോക്കേഷനില് ഫ്ലെക്സിബിലിറ്റി നമുക്ക് ആവശ്യത്തിന് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ പറ്റും. കാരണം ആ സമയത്ത് നമുക്ക് സ്പേസ് കൂടുതൽ വേണമെങ്കിൽ അവിടെ കൂടുതൽ എടുക്കാം, പക്ഷെ സ്പേസ് കുറവ് വേണമെങ്കിൽ അവിടെ കുറച്ചെടുക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് നമ്മുടെ യൂസേജിനനുസരിച്ച് അതിന്റെ ഫ്ലെക്സിബിലിറ്റി എന്ത് ചെയ്യും, കൂടോ കുറയാനോ അങ്ങനെയൊക്കെയുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ മെമ്മറി അവിടെ അലോക്കേറ്റ് ചെയ്യുന്നതും ഡി അലോക്കേറ്റ് ചെയ്യുന്നതും, അതായത് മെമ്മറി എടുക്കുന്നതും അത് തിരിച്ചു കൊടുക്കുന്നതും ഒക്കെ ആരുടെ ഉത്തരവാദിത്തം വരിക? നമ്മുടെ ഓൺ ഉത്തരവാദിത്തമാണ്. നമ്മൾ പ്രോഗ്രാം എഴുതുന്ന ആൾക്കാരാണ് അവിടെ എന്ത് തീരുമാനിക്കുന്നത്, മെമ്മറി എത്ര വേണം അല്ലെങ്കിൽ ഇത്രയും എണ്ണം ബാക്കിയുണ്ട് അത് തിരിച്ചു കൊടുക്കാം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? നമ്മൾ പ്രോഗ്രാമർ ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാല്, നമുക്കിപ്പം സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനിൽ ഒരു 10 ബൈറ്റ്സ് ആണ് വേണ്ടതെന്ന് വിചാരിച്ചോ. എന്താ ചെവാദ, എന്തെങ്കിലും പറഞ്ഞോ? ഓക്കെ. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനിൽ നമുക്കൊരു 10 ബൈറ്റ്സ് ആണ് വേണ്ടതെന്ന് വിചാരിച്ചോ. ആ 10 ബൈറ്റ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് ആർക്കുണ്ട്? സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനിൽ ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനിൽ തന്നെ 10 ബൈറ്റ്സ് ആണ്, പക്ഷെ നമുക്ക് 5 ബൈറ്റ്സേ നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ 5 ബൈറ്റ്സ് മാത്രം യൂസ് ചെയ്യുമ്പോൾ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ബാക്കിയുള്ള 5 ബൈറ്റ്സ് എനിക്ക് ഫ്രീ ആയി കിടക്കുക. അപ്പൊ ഞാൻ ആവശ്യമില്ലാതെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് ഏതിൽ വരാൻ ചാൻസ് ഉണ്ട്? സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനിൽ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതിന് 2 ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നു, ന്യൂ ആൻഡ് ഡിലീറ്റ്. മെമ്മറി അലോക്കേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഡി അലോക്കേറ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് ന്യൂ ആൻഡ് ഡിലീറ്റ്. ഓക്കെ, ന്യൂ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് ആവശ്യാനുസരണം മെമ്മറിയുടെ സ്പേസ് അലോട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് ന്യൂ ഓപ്പറേറ്റർ. ഇനി ഡിലീറ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാല് നമുക്ക് ആവശ്യമില്ലാത്ത സ്പേസ് അവിടെ ഉണ്ട്. നമുക്ക് 10 ബൈറ്റ്സ് ഉണ്ട്, പക്ഷെ നമ്മൾ 5 ബൈറ്റ്സേ യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 5 ബൈറ്റ്സ് എനിക്ക് എന്ത് ചെയ്യാം, ഡി അലോക്കേറ്റ് ചെയ്യാം. അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഏത് ഓപ്പറേറ്റർ? ഡിലീറ്റ് ഓപ്പറേറ്റർ. ഓക്കെ, അപ്പൊ ആവശ്യാനുസരണം മെമ്മറിനെ എടുക്കാനും മെമ്മറിനെ തിരിച്ചു കൊടുക്കാനും നമ്മൾ 2 ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ന്യൂ ആൻഡ് ഡിലീറ്റ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു ഡൈനാമിക് ഓപ്പറേറ്റേഴ്സിൽ ന്യൂ ആൻഡ് ഡിലീറ്റ് യൂസ് ചെയ്തിട്ട് മെമ്മറിനെ അലോക്കേറ്റ് ചെയ്യും ഡി അലോക്കേറ്റ് ചെയ്യും ചെയ്യുന്നത്? അതിന്റെ സിൻടാക്സ് ആണ് ഇവിടെ തന്നേക്കുന്നത്. പോയിന്റർ വാരിയബിൾ ഈസ് ഈക്വൽ ടു ന്യൂ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ദെൻ ഡാറ്റ ടൈപ്പ്. പോയിന്റർ വാരിയബിൾ ഈസ് ഈക്വൽ ടു ന്യൂ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ദെൻ ഡാറ്റ ടൈപ്പ്. പോയിന്റർ വാരിയബിൾ സ്റ്റാർ പി ആണെങ്കിൽ സ്റ്റാർ പി ഈസ് ഈക്വൽ ടു ന്യൂ ഇന്റ്. സ്റ്റാർ പി എന്ന് പറയുന്ന പോയിന്റർ വാരിയബിളിലോട്ട്
ഇന്റീജർ ഡാറ്റ ടൈപ്പിൽ ഞാൻ മെമ്മറി അലോക്കേറ്റ് ചെയ്തു. ഇനി അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? സ്റ്റാർ പി ഈസ് ഈക്വൽ ടു ഡിലീറ്റ് ഇന്റ്. ഓക്കെ, ഇങ്ങനെയാണ് ഡൈനാമിക് ഓപ്പറേറ്റേഴ്സ് ന്യൂവിന്റെയും ഡിലീറ്റിന്റെയും അലോക്കേഷൻ സിന്റാക്സ് വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഇതാ ഇവിടെ കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഷോർട്ട് എന്ന് പറഞ്ഞ ഒരു ഡാറ്റ ടൈപ്പാ. ഷോർട്ട് സ്റ്റാർ SIPTR, അതൊരു വാരിയബിളിന്റെ നെയിമാ. ഇനി ഫ്ലോട്ട് സ്റ്റാർ ഫ്ലോട്ട് PTR FLPTR. ഇനി സ്ട്രക്റ്റ് കോംപ്ലക്സ് സ്റ്റാർ CXPTR. സ്ട്രക്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറില് കോംപ്ലക്സ് എന്ന് പറയുന്ന സ്ട്രക്ചർ നെയിമില് CXPTR എന്ന് പറയുന്ന ഒരു പോയിന്റർ വാരിയബിള് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ന്യൂ എന്ന് പറയുന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ഈ 3 എണ്ണത്തിന് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള 3 വാരിയബിളിനും മെമ്മറി എന്ത് ചെയ്യാണ്? അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഈ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറി ലൊക്കേഷൻ നമ്മൾ എങ്ങനെയാണ് അവിടെ വാല്യൂ കൊടുക്കുന്നത്? മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു, ഡാറ്റ ടൈപ്പ് കൊടുത്തു, ഇനി അതിലോട്ട് വാല്യൂ കൊടുക്കണ്ടേ? അപ്പൊ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിന്റാക്സ് ആണ് ഇവിടെ തന്നേക്കുന്നത്. പോയിന്റർ വാരിയബിൾ ഈസ് ഈക്വൽ ടു ന്യൂ ഡാറ്റ ടൈപ്പ് ഓഫ് വാല്യൂ. പോയിന്റർ വാരിയബിൾ ഈസ് ഈക്വൽ ടു ന്യൂ ഡാറ്റ ടൈപ്പ് ഓഫ് വാല്യൂ. എന്റെ പോയിന്റർ വാരിയബിൾ SIPTR ആണെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് P ആണെന്ന് വിചാരിച്ചോ, P ഈസ് ഈക്വൽ ടു ന്യൂ ഡാറ്റ ടൈപ്പ് ഇന്റ് ആണെങ്കിൽ ഇന്റ് ബ്രാക്കറ്റിൽ റോൾ നമ്പർ ഞാൻ എന്ത് ചെയ്യാണ്? 25 എന്ന് കൊടുക്കാം. എന്താണോ ഞാൻ കൊടുക്കേണ്ട വാല്യൂ ആ വാല്യൂ ബ്രാക്കറ്റിൽ കൊടുക്കും. സിന്റാക്സ് മസ്റ്റ് ആയിട്ടും പഠിച്ചു വെക്കുക. എങ്ങനെയാണ് അലോക്കേറ്റഡ് മെമ്മറി ലൊക്കേഷനിൽ ഇനീഷ്യലൈസേഷൻ നടത്തുന്നത്? ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സിന്റാക്സ് ആണ് പോയിന്റർ വാരിയബിൾ ഈസ് ഈക്വൽ ടു ന്യൂ ഡാറ്റ ടൈപ്പ് ഓഫ് വാല്യൂ. പോയിന്റർ വാരിയബിൾ ഈസ് ഈക്വൽ ടു ന്യൂ ഡാറ്റ ടൈപ്പ് ഓഫ് വാല്യൂ. അതിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ തന്നേക്കുന്നത്. SIPTR എന്ന് പറയുന്ന പോയിന്റർ വാരിയബിളിലോട്ട് ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാണ്. ഡാറ്റ ടൈപ്പ് ഷോർട്ട് ആണ്, വാല്യൂ 0 ആണ്. ഓക്കെ ഓക്കെ അല്ലേ? ഇനീഷ്യലൈസേഷൻ ഡിക്ലറേഷൻ പറഞ്ഞു, ഇനീഷ്യലൈസേഷൻ പറഞ്ഞു. ഡിക്ലറേഷൻ എന്ന് വെച്ചാൽ ആ വാരിയബിൾ നെയിം ഡിക്ലെയർ ചെയ്യുക. ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിലോട്ട് വാല്യൂ ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ അല്ലേ? യെസ് മിസ്. ഓക്കെ, നെക്സ്റ്റ് ഡിലീറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10 ബൈറ്റ്സ് ഞാനിപ്പോ അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കാം. അതിൽ ഞാൻ 5 ബൈറ്റ്സേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി എനിക്ക് ആ പോയിന്റർ വാരിയബിൾ യൂസ് ചെയ്ത ശേഷം എനിക്ക് അതിനെ ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്യാനുള്ള സിന്റാക്സ് ആണ് ഡിലീറ്റ് പോയിന്റർ വാരിയബിൾ. ഡിലീറ്റ് പോയിന്റർ വാരിയബിൾ. മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റില് എക്സാം എഴുതുന്നുണ്ടെങ്കിൽ ആ എക്സാം ഏറ്റവും ഇമ്പോർട്ടന്റ് വാല്യുവേഷൻ നടത്തുന്ന ആൾക്കാരെ നോക്കുക, സിന്റാക്സ് ആൻഡ് എക്സാമ്പിൾ. നിങ്ങൾ കണ്ടന്റ് നിങ്ങൾ എന്തായാലും തിയറി എന്തായാലും നിങ്ങൾ എഴുതി വെക്കും, അത് അവർക്കറിയാം. പക്ഷേ അതിന്റെ സിന്റാക്സും എക്സാമ്പിളും ഇല്ലെങ്കിൽ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ തിയറി മാത്രമാണ് എഴുതിയേക്കുന്നെങ്കിൽ നിങ്ങൾക്ക് 1.5 മാർക്ക് കിട്ടുള്ളൂ. അതിന്റെ കൂടെ സിന്റാക്സും എക്സാമ്പിളും നിങ്ങളോട് ചോദിച്ചിട്ടില്ല എങ്കിലും നിങ്ങൾ എഴുതി ചേർക്കണം. ഓക്കെ, ഈ ഡിലീറ്റ് ഓപ്പറേറ്റർ നിങ്ങളോട് ഇപ്പം ചോദിക്കാണ് മെമ്മറി അലോക്കേഷൻ, ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ യൂസിങ് ഓപ്പറേറ്റർ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എഴുതണം. ഏതൊക്കെ ഓപ്പറേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്? ന്യൂ ആൻഡ് ഡിലീറ്റ്. ന്യൂവിന്റെയും ഡിലീറ്റിന്റെയും എക്സ്പ്ലനേഷൻ. അത്രയും എഴുതിയിട്ട് നിങ്ങൾ ചിലപ്പോൾ നിർത്തുമായിരിക്കും. പക്ഷെ അതിന്റെ കൂടെ നിങ്ങൾ എക്സാമ്പിളും സിന്റാക്സും പറഞ്ഞിട്ടില്ലെങ്കിലും എന്ത് എഴുതി കൊടുക്കണം? സിന്റാക്സ് എഴുതി കൊടുക്കണം, എക്സാമ്പിൾ എഴുതി കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് അതിൻ്റെ അതേപോലെ സ്കിപ്പ് ആവും. മാർക്കിംഗ് സ്കീം അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഡിലീറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് സിന്റാക്സ് വരുന്നത്? ഡിലീറ്റ് പോയിന്റർ വാരിയബിൾ നെയിം.
ഡിലീറ്റ് SIPTR, ഡിലീറ്റ് FLPTR. ഇനി 2-3 വേരിയബിൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ കോമ ഇട്ടിട്ട് എഴുതാം. ഓക്കെ, ഇങ്ങനെയാണ് ഡിലീറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമ്മളുടെ സിന്റാക്സ് വരിക. ഓക്കെ അല്ലേ? ഓക്കെ അല്ലടാ? ഓക്കെ, നെക്സ്റ്റ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മെമ്മറി ലീക്ക്. എന്താണ് മെമ്മറി ലീക്ക്? നമ്മൾ മെമ്മറിയുടെ കാര്യങ്ങളൊക്കെ പഠിച്ചു. മെമ്മറി എന്ന് പറയുമ്പം സ്പേസ് ആണ്. ഓക്കെ, അപ്പം ആ സ്പേസിൽ ലീക്ക് ഉണ്ടാവുക, അതായത് നമ്മൾ ഇപ്പൊ എന്ത് ചെയ്യാണ്, ന്യൂവും ഡിലീറ്റും ഒക്കെ യൂസ് ചെയ്തിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യും, ഡി അലോക്കേറ്റ് ചെയ്യും ഒക്കെ ചെയ്യുന്നു. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പം അവിടെ ഒരു കാര്യം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പം അവിടെയാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? മെമ്മറി ലീക്ക് സംഭവിക്കുന്നത്. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ നടക്കുമ്പം അവിടെയാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? മെമ്മറി ലീക്ക് സംഭവിക്കുന്നത്. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. ഓക്കെ, ചുരുക്കി പറഞ്ഞാല് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ന്യൂ എന്ന് പറയുന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ന്യൂ എന്ന് പറയുന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് മെമ്മറി എന്ത് ചെയ്യുന്നു? അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു ന്യൂ എന്ന് പറയുന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ഇപ്പൊ എനിക്ക് 10 ബൈറ്റ്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. 10 ബൈറ്റ്സ് ഞാൻ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു 4 ബൈറ്റ്സേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ബാക്കിയുള്ള മെമ്മറിനെ എനിക്ക് എന്ത് ചെയ്യണം? ഡിലീറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ഉറപ്പായിട്ടും ആരെ യൂസ് ചെയ്യണം? ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ആ മെമ്മറിനെ ഡി അലോക്കേറ്റ് ചെയ്യും വേണം. എന്റെ ആവശ്യം കഴിഞ്ഞാൽ എനിക്ക് ആ മെമ്മറിനെ എന്ത് ചെയ്യണം? ഡി അലോക്കേറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ന്യൂ യൂസ് ചെയ്തിട്ട് അലോക്കേറ്റ് ചെയ്തു, പക്ഷെ ഡിലീറ്റ് ഉപയോഗിച്ച് എന്ത് ചെയ്തിട്ടില്ല? ഡി അലോക്കേറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഡി അലോക്കേറ്റ് ചെയ്യാത്ത സമയങ്ങളിലാണ് മെമ്മറി ലീക്ക് സംഭവിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോ ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് ഒരു അഡ്രസ്സിന്റെ ഒരു പോയിന്ററിലാണ്. ഒരു പോയിന്ററിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ആ പോയിന്ററിന് എന്തെങ്കിലും പറ്റിയാല് അതിനെ മറ്റൊരു അഡ്രസ്സിലോട്ട് നമ്മൾ എന്ത് ചെയ്യും? വേറെ ലൊക്കേഷനിലോട്ട് നമുക്ക് എന്ത് ചെയ്യും? ആക്സസ് ചെയ്യാനോ വേറെ നമുക്ക് ആവശ്യത്തിന് എടുക്കാനോ ഒക്കെ വേണമെങ്കിൽ നമ്മൾ വേറെ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പം ഡി അലോക്കേറ്റ് ചെയ്യാതിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? അതിനെ വേറൊരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യാനോ ഒന്നും പറ്റൂല. എപ്പോഴും മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനെ എന്ത് ചെയ്യും വേണം? ഡി അലോക്കേറ്റ് ചെയ്യും വേണം. ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ഡി അലോക്കേറ്റ് ചെയ്യും വേണം. ഓക്കെ, അങ്ങനെ ഡി അലോക്കേറ്റ് ചെയ്യാതിരുന്നാല് നമ്മൾ ഇങ്ങനെ മെമ്മറി യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു, പക്ഷെ അതിന് എന്ത് ചെയ്യുന്നില്ല? ഡി അലോക്കേറ്റ് ചെയ്യുന്നില്ല. അപ്പം ഡി അലോക്കേറ്റ് ചെയ്യാതിരുന്നാൽ നമ്മുടെ സിസ്റ്റത്തിന്റെ വർക്കിംഗ് സ്ലോ ഡൗൺ ആവും. സിസ്റ്റത്തിന്റെ വർക്കിംഗ് എന്താവും? സ്ലോ ഡൗൺ ആകും. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ മൊബൈൽ ഫോൺ എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ആപ്പ് ഇൻഫോ എടുക്കുക. ഇപ്പൊ ഇൻസ്റ്റഗ്രാം എടുത്തിട്ട് അതിന്റെ ആപ്പ് ഇൻഫോ എടുക്കുക. ആപ്പ് ഇൻഫോ കാണുമ്പോൾ അവിടെ കാണും ക്ലിയർ കാഷെ, ക്ലിയർ മെമ്മറി, ഇതുപോലെ കാണും. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളിങ്ങനെ ഡെയിലി ഇൻസ്റ്റഗ്രാം 2 hour 3 hour കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ എന്ത് ചെയ്യും? സ്പേസ് മെമ്മറി ക്രിയേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഒരു ഇപ്പൊ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കിയാൽ 2.5 GB ഒക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? യൂസ് ചെയ്തിട്ടുള്ള മെമ്മറി കാണും. ഓക്കെ, അപ്പം നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നു, മെമ്മറി അലോക്കേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു, പക്ഷെ മെമ്മറി എന്ത് ചെയ്യുന്നില്ല? ഡി അലോക്കേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഡി അലോക്കേറ്റ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മളുടെ സിസ്റ്റം പതിയെ എന്താവാൻ തുടങ്ങും? സ്റ്റക്ക് ആവാനും ഹാങ് ആവാനും സ്റ്റോറേജ് ഫുൾ ആവാനും ഒക്കെ തുടങ്ങും. നിങ്ങൾ ജസ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ടൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഏതൊരു ആപ്പ് നമ്മൾ യൂസ് ചെയ്തോട്ടെ, ആ മെമ്മറി ഡി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്ലിയർ കാഷെ കൊടുക്കണം. ക്ലിയർ കാഷെ കൊടുത്താലും നിങ്ങളുടെ ഡാറ്റാസ് നഷ്ടപ്പെടുകയൊന്നും ചെയ്യില്ല. എന്തേ സംഭവിക്കുള്ളൂ? നിങ്ങൾ യൂസ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ഒരേ റീല് തന്നെ കണ്ടോണ്ടിരുന്നു. ആ കണ്ടോണ്ടിരുന്ന മെമ്മറിയാണ് എന്താവുന്നത്? റിമൂവ് ആവുന്നത്. ഓക്കെ, അപ്പം മെമ്മറി നമ്മൾ ക്രാഷ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്ലിയർ കാഷെ കൊടുത്ത് വിടേണ്ടത്. അപ്പം മെമ്മറി ലീക്ക് വരികയാണെങ്കിൽ
എന്തായിരിക്കും അതിന്റെ റീസൺ? ഒന്ന് സിസ്റ്റം സ്ലോ ഡൗൺ ആവും, രണ്ടെന്താവും ക്യാഷ് ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ ക്രാഷസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹാങ് ആവും, പിന്നെ അതേപോലെ തന്നെ സെർവർ ഇഷ്യൂസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ സംഭവിക്കാം മെമ്മറി ഡീഅലോക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ. കിട്ടിയോ? Yes, miss, കിട്ടി. ഓക്കെ. അപ്പം അങ്ങനെ മെമ്മറി ലീക്കിനെ നമുക്ക് എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? മെമ്മറി ലീക്കിനെ അവോയ്ഡ് ചെയ്യാൻ ഒന്ന് നമുക്ക് ക്ലിയർ ക്യാഷ് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മാനുവൽ ആയിട്ട് ന്യൂ എന്ന് പറയുന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ മെമ്മറിനെ അലോക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യാം, ഡി അലോക്കേറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വഴിയാണ് നമ്മൾ ആരാ സോൾവ് ചെയ്യുന്നത്? ഏത് പ്രശ്നത്തിനെ സോൾവ് ചെയ്യുന്നത്? മെമ്മറി ലീക്കിനെ സോൾവ് ചെയ്യുന്നത്. ഇതാണ് മെമ്മറി ലീക്ക്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിന്റെ അഡ്വാൻറ്റേജ് എന്താ, ഡിസഡ്വാൻറ്റേജ് എന്താ, എങ്ങനെയാണ് അതിൽ നിന്ന് നമ്മൾ ആ പ്രശ്നം സോൾവ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പഠിക്കാൻ. ഓക്കെ. ഇനി അതേപോലെ തന്നെ മെമ്മറി ലീക്ക് പോലെ തന്നെയുള്ള വേറൊരു കാര്യമാണ് ഓഫേൺഡ് മെമ്മറി ബ്ലോക്ക്. ഓഫേൺഡ് മെമ്മറി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മള് മെമ്മറി ലീക്കിൽ എന്താ പറഞ്ഞേക്കുന്ന അവന്തിക? അവന്തിക കേൾക്കുന്നില്ലടാ? ജവാദ മെമ്മറി ലീക്കിൽ എന്താ പറഞ്ഞേക്കുന്നത്? കിട്ടിയോ? ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓഫേൺഡ് മെമ്മറി ബ്ലോക്ക് ആണ്. ഓഫേൺഡ് മെമ്മറി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെമ്മറി ലീക്കിന്റെ ഒരു പ്രത്യേക തരം ഒരു സിറ്റുവേഷൻ ആണ് ഓഫേൺഡ് മെമ്മറി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു മെമ്മറി എന്ത് ചെയ്തിട്ടുണ്ടാവും, അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. അപ്പം ആ അലോക്കേറ്റ് ചെയ്ത മെമ്മറിയിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടത്തേക്ക് ഡാറ്റാസ് എന്ത് ചെയ്യണം? പോയിന്റ് ചെയ്യണ്ടേ? ഡാറ്റാസ് നമ്മൾ എന്ത് ചെയ്യണം? പോയിന്റ് ചെയ്യണം. അപ്പം അങ്ങനെ ഡാറ്റാസ് പോയിന്റ് ചെയ്യുമ്പം ആ ഡാറ്റ ഒന്നും ഇവിടെ അലോക്കേറ്റ് ചെയ്ത സ്ഥലത്തില്ലെങ്കിൽ, ആ ഡാറ്റ ഒന്നും നമ്മൾ അലോക്കേറ്റ് ചെയ്ത സ്ഥലത്തില്ലെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയും? ഓഫേൺഡ് മെമ്മറി ബ്ലോക്ക് എന്ന് പറയും. ഓക്കെ. അതായത് ഈ അലോക്കേറ്റ് ചെയ്ത സ്ഥലത്തേക്ക് നമുക്ക് പോവാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത് അഡ്രസ്സാ. അഡ്രസ്സ് കിട്ടിയാൽ മാത്രമേ ഈ ഡാറ്റ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? അലോക്കേറ്റ് ചെയ്ത സ്ഥലത്തോട്ട് എത്താൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ. അപ്പം അവിടത്തേക്ക് അഡ്രസ്സ് വഴി എത്താൻ വേണ്ടി പറ്റുന്ന നമ്മള് ആ അഡ്രസ്സ് എങ്ങാനും മിസ്സായാല്, അതിനിടയിൽ എവിടെയെങ്കിലും ആ അഡ്രസ്സ് മിസ്സായാല് അപ്പൊ നമുക്ക് ഈ സ്പേസ് പിന്നീട് യൂസ് ചെയ്യാനും പറ്റൂല, ഡിലീറ്റ് ചെയ്യാനും പറ്റൂല. അപ്പം ആ സ്പേസ് എന്തായി? അവിടെ വെറുതെ കിടക്കുക, അവിടെ ഫ്രീസ് ആയി കിടക്കുക, വെറുതെ കിടക്കാണ്. നമുക്കത് ഒന്നും അഡ്രസ്സ് മിസ്സായതുകൊണ്ട് സ്ഥലവും മനസ്സിലാവുന്നില്ല, അവിടത്തോട്ട് ഡാറ്റ അയക്കാനും പറ്റുന്നില്ല. എന്നാ സ്പേസ് ഒന്ന് ക്ലിയർ ചെയ്യാന്ന് വെച്ചാല് ഡിലീറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ക്ലിയർ ചെയ്യാന്ന് വെച്ചാൽ അതും പോസിബിൾ അല്ല. അതിനെയാണ് ഓഫേൺഡ് മെമ്മറി ബ്ലോക്ക് എന്ന് പറയുന്നത്. ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്തു, അപ്പൊ ഞാനൊരു പോയിന്റർ വേരിയബിളിൽ നിന്നും അങ്ങോട്ടേക്ക് ഒരു ഡാറ്റ അയക്കുകയാണ്. ഡാറ്റ അയക്കണമെങ്കിൽ എനിക്ക് അഡ്രസ്സ് അറിയണം, പക്ഷെ അഡ്രസ്സ് എവിടെയോ മിസ്സായി പോയി. അഡ്രസ്സ് മിസ്സായി പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒട്ട് എന്റെ ഡാറ്റ എത്തുന്നില്ല, ആ സ്ഥലത്തിന് എനിക്ക് ഡിലീറ്റ് ചെയ്യാനും പറ്റുന്നില്ല, ഫ്രീ ആക്കി വിടാനും പറ്റുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനെയാണ് ഓഫേൺഡ് മെമ്മറി ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി എങ്ങനെയാണ് ഈ ഒരു ഓഫേൺഡ് മെമ്മറി ബ്ലോക്കും മെമ്മറി ലീക്കും ഒക്കെ സംഭവിക്കുന്നത്? മെമ്മറി ലീക്ക് എങ്ങനെയാണ് സംഭവിക്കുന്നത് നമ്മൾ പഠിച്ചു. ഇനി എങ്ങനെയാണ് ഒരു ഓഫേൺഡ് മെമ്മറി ബ്ലോക്ക് സംഭവിക്കുന്നത്? ഓഫേൺഡ് മെമ്മറി ബ്ലോക്ക് സംഭവിക്കുന്നത് എപ്പോഴാന്ന് വെച്ചാല്, ഇപ്പൊ ഒരു പോയിന്റർ പി എന്ന് പറയുന്ന ഒരു പോയിന്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മെമ്മറി അഡ്രസ് ഉണ്ട്, 100 ഉണ്ടെന്ന്
വിചാരിക്കാം. ഓക്കെ, അപ്പം ആ അഡ്രസ്സില് ഇപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡാറ്റ, വേറൊരു ഡാറ്റ 25 എന്ന് പറയുന്ന ഒരു ഡാറ്റ എന്ത് ചെയ്തിട്ടുണ്ട്, വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഒരു പോയിന്റർ പി എന്ന് പറയുന്ന ഒരു പോയിന്ററിൽ ഒരു അഡ്രസ് ഉണ്ട്, ആ അഡ്രസ്സിൽ ഒരു ഡാറ്റ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി വീണ്ടും ഇതേ പി എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്ക് എന്ത് ചെയ്യണം, വേറൊരു വാല്യൂ കൊടുക്കണം. 50 എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുക്കണം 100 എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ. പക്ഷെ ഈ വാല്യൂ ഞാൻ കൊടുക്കുന്നതിന് മുന്നേ ഞാൻ ഈ പോയിന്ററിനെ ഡിലീറ്റ് ചെയ്താൽ, ഈ വാല്യൂ ഞാൻ ഇങ്ങോട്ട് കൊടുക്കുന്നത് മുന്നേ ഞാൻ ഇതിനെ ഡിലീറ്റ് ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാ, ആ അഡ്രസ് നമുക്ക് ഫുൾ ആയിട്ട് പോകുന്നത്. ആ അഡ്രസ് പിന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റൂല. ഇവിടെയാണ് അഡ്രസ് ഉള്ളത്. ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ 25 എന്ന് പറയുന്നിടത്ത് ആ 25 എന്നുള്ളതിനെ മാറ്റിയിട്ട് എനിക്ക് എന്താക്കണം, 50 ആക്കണം. അപ്പൊ 50 ഇങ്ങോട്ട് കൊടുക്കുന്നതിന് മുന്നേങ്ങാനും എന്റെ അടുത്ത് ഇത് ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ അപ്പോഴാണ് നമുക്ക് എന്ത് പോകുന്നത്, മെമ്മറി ബ്ലോക്കിലോട്ട് നമുക്ക് ഡാറ്റാസ് പോവാതിരിക്കുന്നതും നമ്മുടെ അഡ്രസ് റിമൂവ് ആയി പോകുന്നതും. ഓക്കെ, അതാണ് ഒരു റീസൺ. അപ്പോ അങ്ങനെ ഒരു ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിലീറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് തന്നെ, നമ്മൾ നോർമൽ ആയിട്ടുള്ള ഡിലീറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യാ, മെമ്മറിയിൽ നിന്ന് അല്ലെങ്കിൽ അഡ്രസ്സിനെ എന്ത് ചെയ്യാ, ഡിലീറ്റ് ചെയ്യാ. അതേപോലെ ഡിലീറ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഒരു നൾ പോയിന്റർ യൂസ് ചെയ്തിട്ട്, അതിനെ നമ്മൾ നൾ PT എന്ന് പറയും. നൾ പോയിന്റർ യൂസ് ചെയ്തിട്ട് ഇവിടെ എന്തുണ്ട്, ഇതൊരു നള്ളാണ്, ഇവിടെ വേറെ ആരെങ്കിലും എനിക്ക് കൊണ്ടുവരാം എന്ന് ഞാൻ എന്ത് ചെയ്ത് വെക്കാണ്, പോയിന്റ് ചെയ്ത് വെക്കാണ്. നൾ പോയിന്റർ യൂസ് ചെയ്തിട്ട് ഇവിടെ എനിക്ക് വേറെ വാല്യൂവിനെ കൊണ്ടുവരാം എന്ന് ഞാൻ പോയിന്റ് ചെയ്ത് വെക്കാണ്. ഓക്കെ, അപ്പം ഒന്നിക്കലും എനിക്ക് നോർമൽ ആയിട്ടുള്ള ഡിലീറ്റ് ഓപ്പറേറ്റർ വഴി തന്നെ എനിക്ക് ഡിലീറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു നൾ പോയിന്റർ യൂസ് ചെയ്തിട്ട് അവിടെ വേറെ വാല്യൂവിനെ കൊണ്ടുവരാമെന്ന് പറയാം. ഈ കാര്യങ്ങളൊക്കെ ചെയ്താലാണ് നമുക്ക് എന്ത് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുക, ഓഫേർഡ് മെമ്മറി ബ്ലോക്ക് ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഓക്കെ അല്ലടാ? ഓക്കെ, ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയാണ്, എന്താണ് നോർമൽ മെമ്മറി? നോർമൽ മെമ്മറി എന്ന് പറഞ്ഞാല് പോയിന്റർ ഉണ്ടാവും, അതിന് എന്തുണ്ട്, പോയിന്റർ ഉണ്ട്, അതേപോലെ തന്നെ മെമ്മറി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഒരു നോർമൽ മെമ്മറി. ഇനി എന്താണ് മെമ്മറി ലീക്ക്? മെമ്മറി ലീക്ക് എന്ന് വെച്ചാല് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതിന് എന്ത് ചെയ്തിട്ടില്ല, ഡിലീറ്റ് ചെയ്തിട്ടില്ല. അതിനെയാണ് മെമ്മറി ലീക്ക് എന്ന് പറയുന്നത്. ഇനി ഓർഫൻഡ് ബ്ലോക്ക്. ഓർഫൻഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, മെമ്മറി ബ്ലോക്കിന്റെ, അതായത് നമുക്ക് എങ്ങോട്ടേക്കാണോ മെമ്മറി അലോക്കേറ്റ് ചെയ്യേണ്ടത്, ആ അലോക്കേറ്റ് ചെയ്യേണ്ട മെമ്മറി ബ്ലോക്കിന്റെ അഡ്രസ് പോലും ആരുടെ കയ്യിലില്ല, നമ്മുടെ കയ്യിലില്ല. അഡ്രസ് ഇല്ലാതെ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ അഡ്രസ് പോലും നമ്മളുടെ കയ്യിലില്ലാത്ത അവസ്ഥയാണ് ഓഫേൺഡ് മെമ്മറി ബ്ലോക്ക്. ഈ 3 കോൺസെപ്റ്റും തറവായിരിക്കണം. നോർമൽ മെമ്മറി എന്താണ്, മെമ്മറി ലീക്ക് എന്താണ്, ഓഫേൺഡ് ബ്ലോക്ക് എന്താണ്. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ ജവാദ ആൻഡ് അവന്തിക? ഓക്കെ, നെക്സ്റ്റ് പോയിന്റേഴ്സിലെ ലാസ്റ്റ് പോർഷൻ ആണ് ഓപ്പറേഷൻസ് ഓൺ പോയിന്റേഴ്സ്. എന്താണ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സ്? നമുക്കറിയാം ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയാണ്. ഓപ്പറേറ്റേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എന്തൊക്കെയാണ് ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ്? എന്താണ് അവന്തിക? എന്താണ് ഓപ്പറേറ്റേഴ്സ്?
എന്തിനാണ് നമ്മൾ ഈ ഒരു ആംബസെന്റ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ അഡ്രസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്? എന്തിനാണ് ആംബസെന്റ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ അഡ്രസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്? നമ്മൾ അഡ്രസ് എന്തിനാ യൂസ് ചെയ്യുന്നത്? എന്റെ സൗണ്ട് എനിക്ക് ഒരു മിനിറ്റ് ഞാൻ മ്യൂട്ട് ചെയ്തേ. എന്റെ സൗണ്ട് എനിക്ക് തന്നെ ഇറിറ്റേറ്റ് ആവുന്നത്. ഞാൻ തന്നെ കേട്ടോണ്ടിരിക്കുക. ജവാദയുടെ വോയിസ് ഞാൻ കേൾക്കുന്നില്ല. അതെന്താ, നീ വേറെ 2 ഡിവൈസിലാണോ കാണുന്നത്? എന്താ? ആണോ? ഓക്കെ ഓക്കെ. സൗണ്ട് മാത്രമേ എനിക്ക് കേൾക്കുന്നുള്ളൂ. തിരിച്ചു വരിക. ഓക്കെ. എന്തിനാണ് അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്? ഒരു വേരിയബിളിന്റെ മെമ്മറി അഡ്രസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് അവന്തിക ഏത്? അഡ്രസ് ഓപ്പറേറ്റർ അല്ലേ അവന്തിക? ഒരു വേരിയബിളിന്റെ മെമ്മറി അഡ്രസ് ഫൈൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് ഏത്? ഏതാ അവന്തിക? അവിടെ ഇല്ലേ അവന്തിക? ജവാദ വോയിസ് കേൾക്കാലോടാ? കുഴപ്പമില്ലല്ലോ? ഇല്ല. അവന്തിക ഓക്കെ, ഞാൻ പറയാം, ടൈം കളയുന്നില്ല. ഒരു മെമ്മറി അഡ്രസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ. നമ്മൾ അതിന് ആംബസൻ സൈൻ എന്ന് പറയും. അതാണ് ഒരു ഓപ്പറേറ്റർ. അതിനുശേഷം നമുക്ക് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് പഠിക്കാനുണ്ട്. അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് വെച്ചാല് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, മോഡുലോ ഡിവിഷൻ, ഇതൊക്കെ നമ്മൾ ഒരു പോയിന്ററിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് ഓപ്പറേറ്റർ എന്ന് പറയാ? അരിത്തമാറ്റിക് ഓപ്പറേറ്റർ എന്ന് പറയാ. അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, മോഡുലോ ഡിവിഷൻ ഒക്കെ നമ്മൾ ഒരു പ്രോഗ്രാമിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് പോലെ തന്നെ വേറൊരു ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഇവിടെ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? SIPTR +1, 1000 + 1 × 2 = 1002. അതായത് ഇതിന്റെ കാൽക്കുലേഷൻ ആണ്. ഡാറ്റ ടൈപ്പ് എത്ര ബൈറ്റ്സ് വേണമെന്നുള്ള കാൽക്കുലേഷൻ ആണ്. അതിന്റെ സൈസ് ആണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ആരൊക്കെ യൂസ് ചെയ്തു? അഡീഷൻ ഓപ്പറേറ്ററിനെ യൂസ് ചെയ്തു, മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്ററിനെ യൂസ് ചെയ്തു. ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ കാൽക്കുലേഷൻ എക്സ്പ്രഷൻ എഴുതുന്നത്. ആ ഒരു എക്സ്പ്രഷൻ എഴുതണമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഏത് ഓപ്പറേറ്ററിന് ആവശ്യം വേണം? അരിത്തമാറ്റിക് ഓപ്പറേറ്ററിന് ആവശ്യം വേണം. ഓക്കെ. അപ്പൊ പോയിന്റേഴ്സ് യൂസ് ചെയ്തിട്ട് കാൽക്കുലേഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അറേസിലാണ് ഈ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ പോയിന്റേഴ്സ് യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് ഏത്? അരിത്തമാറ്റിക് ഓപ്പറേറ്റർ. ഇനി ഈ അരിത്തമാറ്റിക് ഓപ്പറേറ്ററിൽ നമുക്ക് വേറെ 2 ഓപ്പറേറ്ററും കൂടി ഉണ്ട്. പോയിന്റർ അരിത്തമാറ്റിക്. എന്താണ് പോയിന്റർ അരിത്തമാറ്റിക്? പോയിന്റർ അരിത്തമാറ്റിക് ഓപ്പറേറ്റർ എന്ന് വെച്ചാല് നമുക്കൊരു വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യണം. 1 ഉള്ളത് 2 ആക്കണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് 2 പ്ലസ് വരും. അതിനെ നമ്മൾ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയും. ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ. ഇനി 2 മൈനസ് വരികയാണെങ്കിൽ അതിനെ നമ്മൾ ഡിക്രിമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയും. ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ, ഡിക്രിമെന്റ് ഓപ്പറേറ്റർ. ഓക്കെ. പിന്നെ നോർ അഡീഷന് പ്ലസ്, സബ്സ്ട്രാക്ഷന് മൈനസ്. ഇത്രയുമാണ് പോയിന്റർ അരിത്തമാറ്റിക് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി ഈ പോയിന്റേഴ്സ് തമ്മിലുള്ള കമ്പാരിസണ് വേണ്ടിയിട്ട് 2 പോയിന്റ് തമ്മിലുള്ള കമ്പാരിസൺ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് കമ്പാരിസൺ ഓപ്പറേറ്റർ. ഏതൊക്കെയാണ് കമ്പാരിസൺ ഓപ്പറേറ്റർ? ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, greater than or equal to,
ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. ഇതാണ് നോട്ട് ഈക്വൽ ടുവിന്റെ സൈൻ. ഇതൊക്കെയാണ് എന്ത് ഓപ്പറേറ്റർ? കമ്പാരിസൺ ഓപ്പറേറ്റർ. നമ്മളിപ്പോ ചെക്ക് ചെയ്യാണ്. ഇഫ് PTR .1 ഈക്വൽ ടു .2, അതിലുള്ള രണ്ട് പോയിന്ററുകളും ഒരേ അഡ്രസ്സിലാണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഇതിന്റെ അഡ്രസ്സും ചിലപ്പം 1000 ആയിരിക്കാം, ഇതിന്റെ അഡ്രസ്സും ചിലപ്പം 1000 ആയിരിക്കാം. അപ്പൊ 1000 ഈക്വൽ ടു 1000 കണ്ടീഷൻ എന്താണ്? ട്രൂ ആണ്. ഇനി ഇത് ലെസ് ദാൻ ആണെങ്കിൽ .1 ലെസ് ദാൻ .2, ഇത് 1001 ആണെന്ന് വിചാരിക്കാം. 1001 ലെസ് ദാൻ 1000 കണ്ടീഷൻ എന്താണ്? ഫോൾസ് ആണ്. അപ്പൊ ഇത് എന്തെന്ന് കിട്ടും? ഫോൾസ് എന്ന് കിട്ടും. അപ്പൊ പോയിന്റേഴ്സ് കമ്പാരിസൺ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമുക്ക് രണ്ട് ഓപ്പറേറ്റേഴ്സ് ലെസ് ദാൻ ആണോ, രണ്ട് പോയിന്റേഴ്സ് ലെസ് ദാൻ ആണോ, ഗ്രേറ്റർ ദാൻ ആണോ, ഈക്വൽ ടു ആണോ, നോട്ട് ഈക്വൽ ടു ആണോ, അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയിന്റേഴ്സിൽ എന്ത് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്? കമ്പാരിസൺ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഓക്കെ, കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്നും കൂടി പറയും. കമ്പാരിസൺ ഓർ റിലേഷണൽ. ഈക്വൽ ടു മാത്രമല്ല, ഈക്വൽ ടു വരും, നോട്ട് ഈക്വൽ ടു വരും, ലെസ് ദാൻ വരും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരും, ഗ്രേറ്റർ ദാൻ വരും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരും. അതിന് ഇക്വാലിറ്റി ചെക്ക് ചെയ്യാൻ ഈക്വൽ ടു ഓപ്പറേറ്ററും നോൺ ഇക്വാലിറ്റി ചെക്ക് ചെയ്യാൻ നോട്ട് ഈക്വൽ ടു ഓപ്പറേറ്ററും യൂസ് ചെയ്യും. നെക്സ്റ്റ്, പോയിന്റർ ആൻഡ് അറേ. എന്താണ് പോയിന്ററും അതേപോലെ തന്നെ അറേയും? എങ്ങനെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് അതിൽ വാല്യൂസിനെ ആക്സസ് ചെയ്യുന്നത്? എങ്ങനെയാണ് അതിലെ അറേസിനെ അല്ലെങ്കിൽ പോയിന്റേഴ്സിനെ, വാല്യൂസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഈ കാര്യങ്ങളാണ് പോയിന്റർ ആൻഡ് അറേയിൽ പഠിക്കാനുള്ളത്. ഇവിടെ നമുക്ക് AR എന്ന് പറയുന്ന ഒരു അറേ തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഈ പോയിന്റേഴ്സും അറേസും രണ്ടും ഏകദേശം സെയിം ആണ് നമുക്ക് പറയാം. കാരണം ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ ടൈമിലും ഇത് രണ്ടും എന്താ ചെയ്യുന്നത്? ഒരേപോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പം അറേ എന്ന് പറഞ്ഞിട്ട് AR എന്ന് പറഞ്ഞിട്ട് ഒരു അറേയുടെ പേര് തന്നിട്ടുണ്ട്. അത് അറേയുടെ നെയിം ആണ്. ആ അറേ നോർമൽ അറേ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇന്റ് AR ഓഫ് എത്രയാണ് എനിക്ക് സൈസ് വേണ്ടത്? ഇവിടെ 1 2 3 4 5 6 7 8 9 10 എന്ന് പറയുന്ന സൈസില് ഞാൻ എന്ത് ചെയ്യും? കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഈ വാല്യൂ ഒക്കെ ഇൻസേർട്ട് ചെയ്യും. 19 7 14 43 38 24 18 8 12 34. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അറേ ഡിക്ലെയർ ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇങ്ങനെ അറേ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ AR എന്ന് പറയുന്നതിനെ നമുക്ക് ആംബസെന്റ് ഓഫ് AR ഓഫ് 0 അങ്ങനെ എടുക്കുകയാണെങ്കിൽ, ആംബസെന്റ് ഓഫ് AR ഓഫ് 0 എടുക്കുകയാണെങ്കിൽ അതിന്റെ മീനിങ് എന്താ? ഈ ഒരു അറേയിൽ നമ്മൾ പൊസിഷൻ നമ്പർ ഇടാൻ വേണ്ടി കൊടുക്കുക. പൊസിഷൻ എങ്ങനെ ഇടുന്നത്? ഇൻഡെക്സ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 0-യിലാണ്. 0 1 2 3 4 5 6 7 8 9 ഇങ്ങനെയാണ് ഇൻഡെക്സ് നമ്പർ എഴുതുന്നത്. അപ്പം ഇവിടെ പൊസിഷൻ നമ്പർ ഇട്ടു. എന്താണ്? 0 മുതൽ 9 വരെയുള്ള ഇൻഡെക്സ് നമ്പർ കൊടുത്തു. അപ്പൊ ഞാനിവിടെ ചെയ്യുന്നത് ആംബസെന്റ് ഓഫ് AR ഓഫ് 0 എന്ന് പറഞ്ഞാൽ AR ഓഫ് 0th എലമെന്റിന്റെ അഡ്രസ് കണ്ടുപിടിക്കുക. AR ഓഫ് 0th എലമെന്റ് 19 ആണ്. അതിന്റെ അഡ്രസ് എത്രയാണ്? 1036. ഇതാണ് അറേയും പോയിന്ററും തമ്മിലുള്ള ബന്ധം. ഒരു അറേ ഡിക്ലെയർ ചെയ്താൽ, ഒരു അറേ ഇനീഷ്യലൈസേഷൻ നടത്തിയാൽ ആ അറേയിൽ നിന്നും നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും? ആ അറേയുടെ പോയിന്റർ വേരിയബിളിലുള്ള അഡ്രസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ആ അഡ്രസ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ, അഡ്രസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഏത് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നു? അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നു. ഇതൊരു പ്രോഗ്രാം ആയിട്ടാണ് എഴുതുന്നതെങ്കിൽ എങ്ങനെ വരും? ഇന്റ് AR ഓഫ് സൈസ് ഞാനൊരു 5 കൊടുക്കുന്നു, ഈക്വൽ ടു 10 20 30 40 50 5 എലമെന്റിനെ ഇൻസേർട്ട് ചെയ്യുന്നു. ഇനി ഞാൻ ഇതിന്റെ അഡ്രസ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഇപ്പം ഈ ഒരു
അഡ്രസ്സിലുള്ള ഇപ്പൊ ഒരു 10 എന്ന് പറയുന്നതിലുള്ള അഡ്രസ്സിലോട്ടാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്, പോയിന്റ് ചെയ്യേണ്ടതെങ്കിൽ ഇൻറ്റ് സ്റ്റാർ PTR ഈസ് ഈക്വൽ ടു AR. ഇവിടെ ഈ അറേനെ എങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യുന്നു, PTR എന്ന് പറയുന്ന വാരിയബിളിലോട്ട് പോയിന്റ് ചെയ്യുന്നു. ഇനി അതിന്റെ അഡ്രസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അഡ്രസ് ഓഫ് AR ഓഫ് 0, ഈ അറേയിലെ 0th ഇൻഡെക്സിന്റെ അഡ്രസ് ഫൈൻഡ് ചെയ്യുക. ഇങ്ങനെയാണ് ഒരു അറേനെ നമ്മൾ എന്താക്കി മാറ്റുന്നത്, പോയിന്റർ ആക്കി മാറ്റുന്നത്. ഓക്കെ അല്ലേ? പോയിന്റർ ആൻഡ് അറേ എങ്ങനെയാണ് പോയിന്റർ അറേ ആവുന്നത്, ആണോ? യെസ് ഓർ നോ? അല്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യില്ല, ആണെങ്കിൽ മാത്രമേ കണ്ടിന്യൂ ചെയ്യുള്ളൂ. ഓക്കെ ആണോടാ? എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതാടാ അഡ്രസ് എടുക്ക? ഇതാ നോക്കിക്കോ, ഇതാണ് നമ്മളുടെ അറേ. ഇത് നോർമൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാ, ഇൻറ്റ് AR ഓഫ് 10 ഈക്വൽ ടു, ഇതുപോലെയല്ലേ അറേ റെപ്രസെന്റ് ചെയ്യുന്നത്. ആ അരേനെ എന്റെ കംഫർട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഇൻഡെക്സ് നമ്പർ വെച്ചിട്ടാണ് അരേനെ റെപ്രസെന്റ് ചെയ്യുക. ആ ഇൻഡെക്സ് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാണ് 0 1 2 3 4 5 6 7 8 9, 0 മുതൽ 9 വരെയുള്ള ഇൻഡെക്സ് നമ്പർ. ഓക്കെ, അപ്പം ആ ഇൻഡെക്സ് നമ്പറിൽ 0 to 9 വരെയുള്ള ഇൻഡെക്സ് നമ്പറിൽ ഏതെങ്കിലും ഒരു അറേനെ എനിക്ക് എന്ത് ചെയ്യണം, അതിന്റെ ഏതെങ്കിലും ഒരു വാല്യൂവിന്റെ അഡ്രസ് എനിക്ക് ആക്സസ് ചെയ്യണം. അഡ്രസ് ആക്സസ് ചെയ്യാൻ ഞാൻ ഏത് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നു, അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നു. ഏതിൽ നിന്നുമാണ് അഡ്രസ് ആക്സസ് ചെയ്യേണ്ടത്, AR എന്ന് പറയുന്ന അറേയിൽ നിന്ന് AR. ഏത് ഇൻഡെക്സ് നമ്പറിന്റെയാണ് അഡ്രസ് ആക്സസ് ചെയ്യേണ്ടത്, ആ ഇൻഡെക്സ് നമ്പർ നമ്മൾ എവിടെ കൊടുക്കുന്നു, ഈ ബ്രാക്കറ്റിൽ കൊടുക്കുന്നു. ഞാനിവിടെ അഡ്രസ് ഓഫ് AR ഓഫ് 4 എന്നാണ് പറഞ്ഞേക്കുന്നത്. അഡ്രസ് ഓഫ് AR ഓഫ് 4 എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും, 4th സബ്സ്ക്രിപ്റ്റിലെ അല്ലെങ്കിൽ 4th ഇൻഡെക്സിലെ വാല്യൂ ഏത് അഡ്രസ്സിലാണോ നിൽക്കുന്നത്, 4th സബ്സ്ക്രിപ്റ്റിലെ അല്ലെങ്കിൽ 4th ഇൻഡെക്സിലെ വാല്യൂ ഏത് ഇൻഡെക്സിലാണോ നിൽക്കുന്നത് ആ ഇൻഡെക്സ് ആയിരിക്കും, ഏത് അഡ്രസ്സിലാണോ നിൽക്കുന്നത്, 4th ഇൻഡെക്സിലെ വാല്യൂ ഏത് അഡ്രസ്സിലാണോ നിൽക്കുന്നത് ആ അഡ്രസ് ആയിരിക്കും എനിക്ക് ഔട്ട്പുട്ട് കിട്ടുക 1020. കിട്ടിയോ ജവാദ? ഓക്കെ. ഇനി എന്താണ് ഡൈനാമിക് അറേ? നമ്മൾ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ എന്താണ് ഡൈനാമിക് അറേ? ഡൈനാമിക് അറേ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ഡൈനാമിക് മെമ്മറി പറയുന്ന പോലെ തന്നെയാണ്. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്താ പറഞ്ഞേക്കുന്നത്, പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള സൈസ് നമ്മൾ എടുക്കുകയാണ്, അതിനാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഡൈനാമിക് അറേ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള അത്രയും സൈസിൽ അറേ നമ്മൾ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. റൺ ടൈമില് നമുക്ക് ആവശ്യമുള്ള എത്ര മെമ്മറിയാണോ നമുക്ക് ആവശ്യമുള്ളത് അത്രയും മെമ്മറി നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതിനാണ് ഡൈനാമിക് അറേ എന്ന് പറഞ്ഞത്. ആ അറേനെ സ്റ്റോർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എത്രയാണോ സ്പേസ് വേണ്ടത് അതിനെ അലോക്കേറ്റ് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുക, ഡൈനാമിക് അറേ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നോർമൽ ഒരു സ്റ്റാറ്റിക് അറേ എഴുതുമ്പോൾ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ പോലെ തന്നെയാണ്. നമ്മൾ കമ്പൈൽ ചെയ്യുന്നതിന് മുന്നേ, പ്രോഗ്രാമിന്റെ എക്സിക്യൂഷന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, അറേയുടെ സൈസ് അവിടെ കൊടുക്കും. പക്ഷേ ഡൈനാമിക് അറേയിൽ എന്താ ചെയ്യുന്നത്, റൺ ടൈമിലാണ് നമ്മൾ അറേയുടെ സൈസ് ഒക്കെ കൊടുക്കുന്നത്. അതിനാണ് ഡൈനാമിക് അറേ എന്ന് പറയുന്നത്. ഈ ഡൈനാമിക് അറേനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് ന്യൂ. ഒരു ഡൈനാമിക് അറേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് ഏത്, ന്യൂ. എങ്ങനെയാണ് ന്യൂ എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്തിട്ട് ഡൈനാമിക് അറേ ക്രിയേറ്റ് ചെയ്യുന്നത്? നോക്കിക്കോ,
pointer is equal to new data type of size. Pointer. Just star ptr എന്ന് പറയുന്ന pointer is equal to new data type ഞാൻ ഇൻറ്റു കൊടുക്കുകയാണ്, സൈസ് ബ്രാക്കറ്റിൽ 5 കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? ഒരു ഡൈനാമിക് അറേ ക്രിയേറ്റ് ചെയ്യുന്നത്. പോയിന്റർ വേരിയബിൾ ഈസ് ഈക്വൽ ടു ന്യൂ ഡാറ്റ ടൈപ്പ് ബ്രാക്കറ്റിൽ അതിന്റെ സൈസ്. ഓക്കെ, അപ്പം യൂസർ എന്താ ചെയ്യുന്നത്? അറേയുടെ സൈസ് എത്രയാണെന്ന് ഡൈനാമിക് അറേ നിർമ്മിക്കുമ്പോൾ തന്നെ, ഡൈനാമിക് അറേ എപ്പോഴാണോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ എന്ത് ചെയ്തു? സൈസ് സെറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഈ ഡൈനാമിക് അറേയില് ഡൈനാമിക് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനും ഡൈനാമിക് മെമ്മറി അലോക്കേഷനും പറയുന്ന പോലെ തന്നെ ഡൈനാമിക് അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ഡൈനാമിക് അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ആ മെമ്മറീനെ എന്ത് ചെയ്യണം? ഡി അലോക്കേറ്റ് ചെയ്യണം. ഡി അലോക്കേറ്റ് ചെയ്തില്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇഷ്യൂ ആണ് ഏത്? മെമ്മറി ലീക്ക്. പോയിന്ററിൽ മാത്രമല്ല അറേയിലും എന്ത് സംഭവിക്കാം? മെമ്മറി ലീക്ക് സംഭവിക്കാം. ഓക്കെ, അപ്പം മെമ്മറി ലീക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഡിലീറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് അരേന്റെ യൂസേജ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ ഒരു ഡൈനാമിക് അറേ ജവാദ ജവാദ എന്തായാലും പറഞ്ഞോ? ഓക്കെ. ഇനി ഈ സ്റ്റാറ്റിക് അറേയും ഡൈനാമിക് അറേയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സ്റ്റാറ്റിക് അറേയും ഡൈനാമിക് അറേയും തമ്മിലുള്ള ഡിഫറൻസ് അതാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. സ്റ്റാറ്റിക്, ഡൈനാമിക്. സ്റ്റാറ്റിക് അറേ അതേപോലെ തന്നെ ഡൈനാമിക് അറേ. സ്റ്റാറ്റിക് അറേ എന്ന് പറയുന്നത് എപ്പോഴാണ് ഉണ്ടാവുന്നത്? റൺ ടൈമിലാണ് സ്റ്റാറ്റിക് അറേ, കമ്പൈൽ ടൈമിലാണ് സ്റ്റാറ്റിക് അറേ നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഡൈനാമിക് അറേ എപ്പോഴാണ്? റൺ ടൈമിലാണ് ഡൈനാമിക് അറേ എന്ത് ചെയ്യുന്നത്? ക്രിയേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ സ്റ്റാറ്റിക് അറേ ഇപ്പം നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു അതിന്റെ സ്കോപ്പ് എപ്പോഴാണോ തീരുന്നത് ആ സമയം സ്റ്റാറ്റിക് അറേയുടെ യൂസ് എന്ത് ചെയ്തു? തീർന്നു. പക്ഷേ ഡൈനാമിക് അറേ എന്താ ചെയ്യുന്നത്? ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ എപ്പോഴാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനുശേഷം മാത്രമേ അതിന്റെ യൂസേജ് അവിടെ നിൽക്കുള്ളൂ. ഡിലീറ്റ് യൂസ് ചെയ്താൽ മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ? ഡി അലോക്കേറ്റ് ചെയ്യുള്ളൂ. പക്ഷെ സ്റ്റാറ്റിക് അറേ എന്താ ചെയ്യുന്നത്? അതിന്റെ ആവശ്യം കഴിഞ്ഞാൽ അത് അതിന്റെ കാര്യം നോക്കി പോയി. പക്ഷെ ഡൈനാമിക് അറേയില് ഡിലീറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഡി അലോക്കേറ്റ് ചെയ്യുള്ളൂ. അതേപോലെ തന്നെ ഈ സ്റ്റാറ്റിക് അറേന്റെ ലൈഫ് ടൈം സ്കോപ്പ് ആണ് നമ്മൾ പറഞ്ഞു. അവിടെ എത്രയാണോ അതിന്റെ ഒരു ബോഡി ഉള്ളത് ആ ബോഡി വരെ മാത്രമേ നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതിനുശേഷം ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല. അതിനുശേഷം നമുക്ക് അറേനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പറ്റൂല. അപ്പം അതിനെങ്ങനെയാണ് എഴുതുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത് ഡാറ്റ ടൈപ്പ്, അറേയുടെ പേര്, സൈസ്. കമ്പൈൽ ടൈം തന്നെ അവിടെ എന്ത് ചെയ്തു? സെറ്റ് ചെയ്തു. പക്ഷേ ഡൈനാമിക്കിലോട്ട് വരുമ്പം എന്ത് ചെയ്യണം? സ്റ്റാർ PTR എന്ന് പറയുന്ന ഒരു പോയിന്റർ വേരിയബിളിലോട്ട് ന്യൂ എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്തിട്ട് ന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് അവിടെ ഏത് ഡാറ്റ ടൈപ്പ് ആണ് യൂസ് ചെയ്യുന്നത് ആ ഡാറ്റ ടൈപ്പിന്റെ ഉള്ളിൽ സൈസ് കൊടുത്തിട്ട് വേണം ഡൈനാമിക് അറേ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ന്യൂ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഉറപ്പായിട്ടും എന്ത് ക്രിയേറ്റ് ആവില്ല? ഒരു ഡൈനാമിക് അറേ ക്രിയേറ്റ് ആവില്ല. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഡൈനാമിക് അറേയിൽ നമ്മൾ ന്യൂ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിന് എന്ത് ചെയ്യും കൂടി വേണം? ഡിലീറ്റ് ചെയ്യുക കൂടെ വേണം. അതൊരിക്കലും മറക്കരുത്. ഓക്കെ, സ്റ്റാറ്റിക് അറേ വേഴ്സസ് ഡൈനാമിക് അറേ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ്, പോയിന്റർ ആൻഡ് സ്ട്രിംഗ്.
എന്താണ് സ്ട്രിങ്? സ്ട്രിങ് എന്ന് പറയുന്നത് ഒരു ഡാറ്റ ടൈപ്പ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് ഡാറ്റ ടൈപ്പ് ഉണ്ട്. ക്യാർ, ഇന്റ്, ഫ്ലോട്ട്, ഡബിള്, ഷോർട്ട്, ഇതുപോലെ ഒരുപാട് ഡാറ്റ ടൈപ്പ് ഉണ്ട്. അപ്പൊ സ്ട്രിങ് എന്ന് പറയുന്നതും ഒരു ഡാറ്റ ടൈപ്പ് ആണ്. എങ്ങനെയാണ് സ്ട്രിങ്ങിനെ ഒരു പോയിന്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്? അപ്പം ഇപ്പൊ ഒരു പോയിന്റർ, രണ്ട് ടൈപ്പ് പോയിന്റർ നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഒന്ന് ക്യാരക്ടർ പോയിന്റർ. ഫസ്റ്റ് വൺ ക്യാരക്ടർ പോയിന്റർ. അപ്പം ഈ ക്യാരക്ടർ പോയിന്ററിനെ നമ്മൾ സി സ്റ്റൈൽ സ്ട്രിങ് എന്ന് പറയും. ഫസ്റ്റ് വൺ ഏതാണ്? ക്യാരക്ടർ പോയിന്റർ. അതിന് നമ്മൾ എന്തെന്ന് പറയും? സി സ്റ്റൈൽ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിനെ നമുക്ക് ക്യാരക്ടർ അരേ എന്ന് പറഞ്ഞാൽ, അരേ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? സെയിം ടൈപ്പിലുള്ള എലമെന്റ്സിന്റെ കളക്ഷൻ, സെയിം ഡാറ്റ ടൈപ്പിലുള്ള എലമെന്റ്സിന്റെ കളക്ഷനാണ് നമ്മൾ എന്തെന്ന് പറയാ? അരേ എന്ന് പറയുന്നത്. അപ്പോ ഈ സി സ്റ്റൈൽ സ്ട്രിങ് അല്ലെങ്കിൽ ക്യാരക്ടർ പോയിന്റർ എന്ന് പറഞ്ഞാല് ഒരു സ്ട്രിങ്ങിനെ ക്യാരക്ടർ അരേ ആയിട്ടോ അല്ലെങ്കിൽ ക്യാരക്ടർ പോയിന്റർ ആയിട്ടോ റെപ്രസെന്റ് ചെയ്യാം. ഒരു സ്ട്രിങ്ങിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഒന്നിക്കൽ ക്യാരക്ടർ അരേ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം, അതല്ലെങ്കിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ക്യാരക്ടർ പോയിന്റർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഈ രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് ക്യാരക്ടർ പോയിന്റർ എന്ന് പറയുന്നത്. ഒരു സ്ട്രിങ് ആയിരിക്കും, ആ സ്ട്രിങ്ങിനെ ക്യാരക്ടർ അരേ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം, ക്യാരക്ടർ പോയിന്റർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാനിപ്പോ ഹലോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു സ്ട്രിങ് ആണ്, കളക്ഷൻ ഓഫ് എലമെന്റ്സ് ആണ്. ആ ഹലോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രിങ്ങിനെ ഒരു പോയിന്ററിലോട്ട് ഞാൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പോയിന്ററില് എന്താ ഉണ്ടാവുക? ഇതിലെ ഓരോ ക്യാരക്ടറിന്റെയും അഡ്രസ് ആണ് ഉണ്ടാവുക. 1001, 1002, 1003 അതുപോലുള്ള അഡ്രസ് ആണ് ഉണ്ടാവുക. പക്ഷെ അരയിലാണെങ്കിൽ എന്താ ഉണ്ടാവുക? HELLO എന്ന് പറയുന്ന ആ ഓരോ ക്യാരക്ടേഴ്സ് ആണ് റെപ്രസെന്റ് ചെയ്യുക. അതാണ് ക്യാരക്ടർ പോയിന്റർ. എന്താണ് ക്യാരക്ടർ പോയിന്റർ എന്ന് കിട്ടിയോ? ജവാദ, വന്ദിക? ഓക്കെ. എല്ലാ സ്ട്രിങ്ങുകളും കളക്ഷൻ ഓഫ് എലമെന്റ്സ് ആണ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സ് ആണ് സ്ട്രിങ്. അപ്പം എല്ലാ സ്ട്രിങ്ങുകളും ഒരു അരേ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവസാനിക്കുന്ന ഒരു നൾ ക്യാരക്ടർ വെച്ചിട്ടായിരിക്കും എല്ലാ സ്ട്രിങ്ങുകളും എൻഡ് ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? കമ്പൈലർ ആണ് ഈ സ്ട്രിങ് തീർന്നു, ഈ സ്ട്രിങ് ഇത്ര വരെ ഉള്ളൂ, ഇത് ഫുൾ സ്റ്റോപ്പ് ആയി എന്ന് കമ്പൈലർ ഐഡന്റിഫൈ ചെയ്യുന്നത് ഏത് വെച്ചിട്ടാണ്? ഈ നൾ ക്യാരക്ടർ വെച്ചിട്ടാണ്. ഏതാണ് നൾ ക്യാരക്ടർ? /0. ഇതാണ് ഒരു സ്ട്രിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നൾ ക്യാരക്ടർ. ആണ് ഏത്? /0. ഓക്കെ. ഇനി ഇതേപോലെ എന്താണ് ക്യാരക്ടർ പോയിന്ററിന്റെ അഡ്വാൻറ്റേജ്? എന്തൊക്കെയായിരിക്കാം ക്യാരക്ടർ പോയിന്ററിന്റെ അഡ്വാൻറ്റേജ്? നമുക്കറിയാം എന്താണ് ക്യാരക്ടർ പോയിന്റർ എന്ന്. നമുക്കറിയാം, നമ്മൾ പഠിച്ചു. ഒരു സ്ട്രിങ്ങിനെ നമുക്ക് ക്യാരക്ടർ അരേ ആയിട്ടോ അതല്ലെങ്കിൽ ക്യാരക്ടർ പോയിന്റർ ആയിട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് ഉള്ളത്? എന്തേലും കാര്യമില്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല, ഇതിങ്ങനെ റെപ്രസെന്റ് ചെയ്യൂലല്ലോ, എന്തേലും ഒരു കാര്യം വേണമല്ലോ. അപ്പം എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജ്? ഫസ്റ്റ് വൺ നോക്കിക്കോ. ഒരു ക്യാരക്ടർ പോയിന്റർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കവിടെ മെമ്മറിയുടെ എഫിഷ്യൻസി എന്ത് ചെയ്യും?
മെമ്മറിയുടെ എഫിഷ്യൻസി നമുക്ക് ആവശ്യമുള്ള സ്പെസിഫിക്കേഷൻ മാത്രമേ കൊടുക്കണ്ടൂ. സൈസ് ഒക്കെ നമ്മൾ എന്താ ചെയ്യണ്ടോ, ആവശ്യമുള്ളത് മാത്രമാണ്. നമുക്ക് എത്രയാണോ യൂസ് ചെയ്യേണ്ടത് അതനുസരിച്ചിട്ടുള്ള സൈസ് മാത്രമേ നമ്മൾ ഇവിടെ കൊടുക്കണ്ടൂ. അതിൽ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ക്യാർ സ്റ്റാർ STR എന്ന് പറയുന്ന ക്യാരക്ടർ പോയിന്ററിൽ ഞാൻ പ്രോഗ്രാം എന്ന് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്യാൻ എത്ര സൈസാണ് വേണ്ടത്? 1 2 3 4 5 6 7 7ഉം ഒരു /0 വേണം, 8 ടോട്ടൽ. /0 എന്താണ്? നൾ ക്യാരക്ടർ. അപ്പൊ ടോട്ടൽ 8 ക്യാരക്ടർ മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. അതിൽ കൂടുതൽ എനിക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അവിടെ എന്ത് വരുന്നില്ല, മെമ്മറി കൂടുതലായിട്ട് അവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ആവശ്യമുള്ള മെമ്മറി മാത്രമേ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. അതേപോലെ തന്നെ strcpy എന്ന് പറയുന്ന ഫങ്ഷൻസ് പഠിക്കാനുണ്ട്, സ്ട്രിങ് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്. strcpy സ്ട്രിങ് കോപ്പി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ടാവും, ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ 10. ആ ഒരു സ്ട്രിങ് strcpy എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ, സ്ട്രിങ്ങിനെ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിയാണ്. ക്യാരക്ടർ പോയിന്റിൽ നിന്നും സ്ട്രിങ്ങിനെ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, ഈസിയാണ്. അതേപോലെ തന്നെ നമുക്ക് ഫാസ്റ്റർ ആയിട്ട് ആക്സസ് ചെയ്യാം, സ്ട്രിങ്ങിനെ ഫാസ്റ്റർ ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെയാണ് ക്യാരക്ടർ പോയിന്റർ യൂസ് ചെയ്താലുള്ള അഡ്വാൻറ്റേജ്. നമുക്ക് സ്ട്രിങ് കോപ്പി ഫംഗ്ഷൻ ഈസി ആയിട്ട് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾക്ക് ആവശ്യമുള്ള സൈസ് മാത്രമേ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. അതേപോലെ ഫാസ്റ്റർ ആയിട്ട് ആക്സസ് ചെയ്യാനും പറ്റും. ഇതൊക്കെയാണ് ഒരു ക്യാരക്ടർ പോയിന്റർ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ്. നെക്സ്റ്റ്, അറേ ഓഫ് സ്ട്രിങ്. നമ്മൾ പോയിന്ററും സ്ട്രിങ്ങും പഠിച്ചു, അതേപോലെ തന്നെ അറേയും സ്ട്രിങ്ങും പഠിക്കാനുണ്ട്. എന്താണ് അറേ എന്ന് നമുക്കറിയാം, എങ്ങനെയാണ് അറേനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി അറേ ഓഫ് സ്ട്രിങ് എന്ന് പറഞ്ഞാല് നമ്മള് ഓരോ സ്ട്രിങ്ങിനും അതിന് എത്രയാണോ അതിന്റെ ലെങ്ത് വരുന്നത്. ഇപ്പം ഹലോ എന്ന് പറയുന്ന സ്ട്രിങ് ആണെങ്കിൽ അതിന് എത്രയാണ് ലെങ്ത്? 1 2 3 4 5. ആ ലെങ്ത്തിനനുസരിച്ചിട്ടുള്ള സ്പേസ് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, എടുത്താൽ മതി. ആ ലെങ്ത്തിൽ കൂടുതൽ എന്തെടുക്കേണ്ട ആവശ്യമില്ല, സ്പേസ് എടുക്കേണ്ട ആവശ്യമില്ല. അതാണ് അറേ ഓഫ് സ്ട്രിങ് എന്ന് പറഞ്ഞാല്. ഒരു എക്സാമ്പിൾ എഴുതാണെങ്കിൽ char star of star names ഈക്വൽ ടു, ഇതിന് പ്രത്യേകിച്ച് സൈസ് ഒന്നും ഞാൻ കൊടുക്കുന്നില്ല, ഞാൻ എന്ത് കൊടുക്കാണ്, ആപ്പിൾ, ഓറഞ്ച്, ബനാന, ഇതുപോലെ എന്ത് കൊടുക്കാണ്, ജസ്റ്റ് എലമെന്റ്സ് കൊടുക്കാണ്. ഇവിടെ എന്താ സംഭവിക്കുക, ആപ്പിളിന് ടോട്ടൽ എത്ര ബൈറ്റ്സ് വേണം? 1 2 3 4 5. 5ഉം /0യും, അപ്പം ടോട്ടൽ 6 ബൈറ്റ്സ് വേണം. ഇനി ഓറഞ്ച് സ്റ്റോർ ചെയ്യാൻ എത്ര വേണം? 1 2 3 4 5 6. 5ഉം /0യും 6 ബൈറ്റ്സ് വേണം. ബനാന സ്റ്റോർ ചെയ്യാൻ എത്ര വേണം? 1 2 3 4 5 6. 6ഉം /0യും 6 ബൈറ്റ്സ് വേണം. ഓക്കെ, അപ്പം ഓരോന്നിനും നമുക്ക് എത്രയാണോ അതിന് ആവശ്യമുള്ള സ്പേസ് മാത്രമേ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നുള്ളൂ. അല്ലാതെ നമ്മൾ അൺയൂഷ്വൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാണ്ട് നമുക്ക് വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ട് മെമ്മറി ഇവിടെ കൊടുക്കാനില്ല. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സ്ട്രിങ് അറേയിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ആവശ്യമുള്ള സ്പേസ് മാത്രം ഉപയോഗിക്കുക, ആവശ്യമില്ലാതെ ചുമ്മാ സ്പേസ് കളയാൻ വേണ്ടിയിട്ട് പാടില്ല. ഓക്കെ, ഓക്കെ ആണോ ജവാദ? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ്. ഇപ്പൊ ഇവിടെ നോക്കാം, char star week of 7 equal to Sunday, Monday, Tuesday, Wednesday, Thursday, Friday, Saturday. 0 1 2 3 4 5 6. 6 സ്ഥലത്തോട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ സ്ട്രിങ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ആ സ്ട്രിങ്ങിൽ എത്രയാണ് ബൈറ്റ്സ് യൂസ് ചെയ്യുന്നത്? സൺഡേക്ക് ടോട്ടൽ എത്ര ലെറ്റർ ഉണ്ട്? 1 2 3 4 5 6. 6 ലെറ്റർ പ്ലസ് /0, ടോട്ടൽ 7 ബൈറ്റ്സ്. മൺഡേക്ക് എത്രയുണ്ട്? 1 2 3 4 5 6. 6 പ്ലസ് /0, 7 ബൈറ്റ്സ്. ട്യൂസ്ഡേ 1 2 3 4 5 6 7. 7 പ്ലസ് /0, 8 ബൈറ്റ്സ്. അപ്പം
ഓരോ സ്ട്രിങ്ങിനും ആവശ്യമുള്ള സ്പേസ് മാത്രമാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ അറേയില് സ്ട്രിങ് റെപ്രസെന്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഉപയോഗം. ഇനി ലാസ്റ്റ് ടോപ്പിക് ആണ് പോയിന്റർ ആൻഡ് സ്ട്രക്ചർ. പോയിന്റർ ആൻഡ് സ്ട്രക്ചർ. ഒരു സ്ട്രക്ചർ നമ്മൾ പഠിച്ചു, എങ്ങനെയാണ് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു സ്ട്രക്ചർ ഇനീഷ്യലൈസേഷൻ നടത്തുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി എന്താണ് പോയിന്റർ ആൻഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്? പോയിന്റർ ആൻഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാല് നമ്മുടെ ഡാറ്റ യൂസ് ചെയ്യുന്നതിൽ നമുക്ക് പോയിന്റർ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ എന്താ സ്റ്റോർ ചെയ്യുന്നത്? അഡ്രസ് ആണ്. അപ്പം എങ്ങനെയാണ് ഒരു സ്ട്രക്ചർ റെപ്രസെന്റ് ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ ജസ്റ്റ് സ്ട്രക്ചർ ടാഗ് അല്ലെങ്കിൽ സ്ട്രക്ചർ വാരിയബിളിന്റെ നെയിം സ്റ്റുഡന്റ് എന്ന് കൊടുക്കാണ്. കേളി ബ്രാക്കറ്റില് അതിൽ വേണ്ട ഡാറ്റ ടൈപ്പ്, വാരിയബിൾ നെയിം, റോൾ നമ്പർ. ഇനി അതേപോലെ തന്നെ ഫ്ലോട്ട്, മാർക്ക്. ഇനി സ്ട്രക്ചർ ക്ലോസ് ചെയ്യുന്നു. ഇനി ഈ സ്ട്രക്ചറിലോട്ട് റോൾ നമ്പറും മാർക്കും ഞാൻ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? സ്ട്രക്ചർ വാരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. സ്റ്റുഡന്റ് അല്ലെങ്കിൽ സ്റ്റുഡന്റ് S1 ഈക്വൽ ടു റോൾ നമ്പർ 1,85.5. ഈ വാല്യൂവിനെ എങ്ങോട്ടേക്ക് ഇൻസേർട്ട് ചെയ്തു? റോൾ നമ്പറിലോട്ടും അതേപോലെ തന്നെ മാർക്കിലോട്ടും ഇൻസേർട്ട് ചെയ്തു. ഇനി ഈ ഒരു സ്ട്രക്ചറിനെ, ഈ ഒരു കൊടുത്തിട്ടുള്ള S1 എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ അഡ്രസ് നമുക്ക് എന്ത് ചെയ്യണം? ഒരു പോയിന്റർ വാരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഈ തന്നിരിക്കുന്ന സ്ട്രക്ചർ S1 എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിന്റെ അഡ്രസ് ഒരു പോയിന്റർ വാരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രക്ചറിന്റെ പേര് സ്റ്റാർ പോയിന്റർ വാരിയബിൾ നെയിം ജസ്റ്റ് PTR എടുക്കുന്നു ഈക്വൽ ടു ആംബസൻഡ് ഓഫ് S1 അല്ലെങ്കിൽ അഡ്രസ് ഓഫ് S1. ഓക്കെ, S1ന്റെ അഡ്രസ് എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യുന്നു? സ്റ്റാർ PTR എന്ന് പറയുന്ന പോയിന്റർ വാരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഇതാണ് സ്ട്രക്ചറും പോയിന്ററും തമ്മിൽ രണ്ടും ഒരുമിച്ച് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നു, സ്ട്രക്ചറിന്റെ പേര്, അതിന്റെ ഉള്ളിൽ ബോഡി കൊടുക്കുന്നു, പിന്നെ അതിലോട്ട് വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നു. ആ വാല്യൂവിനെ ഒരു പോയിന്റർ വാരിയബിളിലോട്ട്, ആ വാല്യൂവിന്റെ അഡ്രസ്സിനെ ഒരു പോയിന്റർ വാരിയബിളിലോട്ട് ഡിക്ലെയർ ചെയ്യുന്നു. അതാണ് സ്ട്രക്ചറും പോയിന്ററും. ആ പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതിയേ. അവന്തിക ഇല്ലടാ ക്ലാസ്സില്? അവളെ മൈക്ക് എന്തോ ഹാങ് ആയിക്കെന്ന് പറഞ്ഞോളൂ. നെക്സ്റ്റ് ഓക്കെ, ജസ്റ്റ് ലാസ്റ്റ് ഒരു ടോപ്പിക്കും കൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 3-4 ക്വസ്റ്റ്യൻ തരാം. സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. എന്താണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് കേട്ടിട്ടുണ്ടോ? സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ കേട്ടിട്ടുണ്ടോ? പറയാം, കേട്ടിട്ടുണ്ടോ? എന്താ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ? ഒരു എലിമെന്റ് അതേ പോയിന്റിന്റെ സെയിം സ്ട്രക്ചർ ആവണല്ലേ? സെയിം സ്ട്രക്ചർ ആവുന്നതല്ല, ഇപ്പൊ ഒരു സ്ട്രക്ചറിന്റെ ഉള്ളില് അതേ ടൈപ്പിലുള്ള വേറൊരു സ്ട്രക്ചറിനെ പോയിന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റർ ഉണ്ടാവണം. ഇതൊരു സ്ട്രക്ചർ ആണെങ്കിൽ ഈ സ്ട്രക്ചറിന്റെ ഉള്ളില് എന്ത് ചെയ്യാണ്? അതേ പോയിന്റ്, അതേപോലത്തെ അതേ ടൈപ്പിലുള്ള വേറൊരു സ്ട്രക്ചറിനെ എനിക്ക് പോയിന്റ് ചെയ്യണം. ആ പോയിന്റ്
ചെയ്യാനുള്ള പോയിന്റർ ഉണ്ടെങ്കിൽ, ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യാനുള്ള പോയിന്റർ ഉണ്ടെങ്കിൽ അതിനെയാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പോ ലിങ്ക്ഡ് ലിസ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ട്രീ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ എന്താണ്? ഒരു സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ആണ്. ട്രീ വരയ്ക്കുക എങ്ങനെയാണ്? ഫസ്റ്റ് ഇവിടെ പാരന്റ് ഉണ്ടാവും, അതില് 2 സബ് ട്രീ ഉണ്ടാവും, ആ സബ് ട്രീയിൽ നിന്ന് എഗെയിൻ 2 സബ് ട്രീ ഉണ്ടാവും, വീണ്ടും സബ് ഉണ്ടാവും. ഇങ്ങനെയല്ലേ പോകുന്നത്? ഈ ഒന്നിൽ നിന്നും അതേപോലത്തെ സാധനങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോയിന്റ് ചെയ്യുന്നത്. അതേപോലെ ലിങ്ക്ഡ് ലിസ്റ്റ് എന്താണ്? ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് വേറൊന്നിനെ എന്ത് ചെയ്യുന്നു? പോയിന്റ് ചെയ്യുന്നു. അതേ ലിങ്ക്ഡ് ലിസ്റ്റ് അടുത്തതിനെ പോയിന്റ് ചെയ്യുന്നു. ഇങ്ങനെ പോയിന്റ് ചെയ്താണ് പോകുന്നത്. അപ്പൊ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാല് ഒരു സ്ട്രക്ചറിന്റെ ഉള്ളില് അതേ ടൈപ്പുള്ള വേറൊരു സ്ട്രക്ചർ പോയിന്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു പോയിന്റർ വേരിയബിൾ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ്? ഒരു സിന്റാക്സ് ഇല്ല അല്ലെ? ഓക്കെ. അപ്പൊ ഈ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചറിന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. സ്ട്രക്റ്റ് സ്റ്റുഡന്റ്, അതിൽ ഞാൻ ഇൻറ്റ് ഡാറ്റ ഉണ്ട്, ഒരു പോയിന്റർ വേരിയബിൾ ഉണ്ട്, സ്റ്റുഡന്റ് സ്റ്റാർ എസ് എന്ന് പറഞ്ഞൊരു പോയിന്റർ വേരിയബിൾ ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യാണ്? ഫസ്റ്റത്തെ സ്റ്റുഡന്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിനെ ഞാൻ എന്ത് ചെയ്യാണ്? പോയിന്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നോക്കിക്കോ, ഒരു മിനിറ്റടാ. ഓക്കെ, അപ്പോ ഞാൻ ഇതിനെ എന്താ പറഞ്ഞിടത്ത് ഞാൻ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ, ഒരു സ്ട്രക്ചർ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്? ക്രിയേറ്റ് ചെയ്തു. ആ സ്ട്രക്ചറിന്റെ ഉള്ളൊരു പോയിന്റർ വേരിയബിൾ കൊടുത്തു. ഇനി ഈ സ്ട്രക്ചറിനെ ഞാൻ എന്ത് ചെയ്യാണ്? വേറൊരു പോയിന്റർ വേരിയബിൾ യൂസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? അതിനെ ഞാൻ വലിക്കുകയാണ്. എങ്ങനെയാണെന്ന് വെച്ചാല് ഇൻറ്റ് മെയിൻ്റെ ഉള്ളില് സ്റ്റുഡന്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ സ്റ്റാർ, ഞാൻ ജസ്റ്റ് ഹെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റർ വേരിയബിൾ കൊടുക്കുകയാണ്, ഈക്വൽ ടു ന്യൂ സ്റ്റുഡന്റ്. ഈ സ്റ്റാർ ഹെഡ് എന്ന് പറയുന്നിടത്ത് ആരെ ഞാൻ കണക്ട് ചെയ്തു? ഈ സ്റ്റുഡന്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിനെ കണക്ട് ചെയ്തു. ഇനി അടുത്തത് കണക്ട് ചെയ്യുമ്പോൾ ഇതേപോലെ സ്റ്റുഡന്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിൽ ഞാനിപ്പോ സെക്കൻഡ് കൊടുക്കാണ്. സെക്കൻഡ് ഈസ് ഈക്വൽ ടു ന്യൂ സ്റ്റുഡന്റ്. ഇതേ പോയിന്റർ വേരിയബിൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? വീണ്ടും സ്റ്റുഡന്റിനെ കണക്ട് ചെയ്യണം. അപ്പം ഫസ്റ്റത്തെ സ്റ്റുഡന്റ് കണക്ട് ആയി, സെക്കൻഡത്തെ സ്റ്റുഡന്റ് കണക്ട് ആയി. ഓക്കെ, ഇത് ലിങ്ക്ഡ് ലിസ്റ്റിൽ പ്രോഗ്രാം എഴുതുമ്പോൾ ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അപ്പം ഞാനിത് പറയാം. ലിങ്ക്ഡ് ലിസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനില്ലേ? ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സിൽ സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ് ഏതാടാ? ഓക്കെ. അപ്പൊ അതില് ഞാൻ ഇത് എങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നത് വാല്യൂ വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ,
ഇത്രയും കാര്യങ്ങളാണ് സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇതില് മെയിൻ ആയിട്ട് വേണ്ട കാര്യം ഞാൻ പറഞ്ഞു. എന്താണ് ന്യൂ ഡിലീറ്റ്? റൺ ടൈം അലോക്കേഷൻ ഓഫ് മെമ്മറി ഈസ് ട്രിഗേർഡ് ബൈ ദി ഓപ്പറേറ്റർ ന്യൂ. അതേപോലെ തന്നെ ഡിഫൈൻ എ സ്ട്രക്ചർ നെയിംഡ് ടൈം വിത്ത് എലമെന്റ് ഹവർ മിനിറ്റ് ആൻഡ് സെക്കൻഡ്. ഒരു സ്ട്രക്ചർ എന്ത് ചെയ്യുക? ക്രിയേറ്റ് ചെയ്യുക, ഡിഫൈൻ ചെയ്യുക. അതിൽ വേണ്ടിയിട്ടുള്ള എലമെന്റ് ഏതാണ്? അവർ വേണം, മിനിറ്റ് വേണം, സെക്കൻഡ് വേണം. എങ്ങനെയാണ് ഒരു സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്യുക? സിന്റാക്സ് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. സ്ട്രക്ചറിന്റെ പേര്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ഡാറ്റ ടൈപ്പ്, സ്ട്രക്ചർ വാരിയബിള്, സെമികോളൻ, ഡാറ്റ ടൈപ്പ്, സ്ട്രക്ചർ വാരിയബിള്, അതിനുള്ള സൈസ് വേണമെങ്കിൽ സൈസ് കൊടുക്കാം, കേർലി ബ്രാക്കറ്റ്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് ക്വസ്റ്റ്യൻ വിത്ത് എക്സ്പ്ലനേഷൻ ചോദിക്കാം. പിന്നെ വരാൻ ചാൻസ് ഉള്ളത് എങ്ങനെയാണ് ഒരു സ്റ്റാർ PTR എന്ന് പറയുന്ന ഒരു പോയിന്റർ വാരിയബിള് ഡിക്ലെയർ ചെയ്യുന്നത്? എങ്ങനെയാണ് അരയിൽ നിന്നും പോയിന്റർ വാരിയബിളിന്റെ അഡ്രസ് എടുക്കുന്നത്? അരയിൽ നിന്നും എങ്ങനെയാണ് ഒരു സ്ട്രക്ചറിന്റെ അഡ്രസ് എടുക്കുന്നത്? അതിന് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ഏതാണ്? അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ. ദെൻ ഏതൊക്കെയാണ് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ്, ഏതൊക്കെയാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്, എങ്ങനെയാണ് കമ്പാരിസൺ ചെയ്യുന്നത്? ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. Then അരേയും സ്ട്രിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്, അതേപോലെ തന്നെ അരേയും സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ മെമ്മറി അലോക്കേഷൻ പഠിച്ചിരിക്കണം, മെമ്മറി ലീക്ക് പഠിച്ചിരിക്കണം, ഓഫേൺഡ് മെമ്മറി ബ്ലോക്ക്. മെമ്മറി അലോക്കേഷൻ, മെമ്മറി ലീക്ക്, ഓഫേൺഡ് മെമ്മറി ബ്ലോക്ക്. പിന്നെ ഒരു സിൻടാക്സ് തന്നിട്ട് അല്ലെങ്കിൽ ഒരു ബോഡി തന്നിട്ട്, ഒരു പ്രോഗ്രാമിന്റെ ബോഡി തന്നിട്ട് നിങ്ങളോട് അതിന്റെ എറേഴ്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറയും. ഇവിടെ എറേഴ്സ് എന്താ? സ്ട്രക്ചറിന്റെ വാരിയബിൾ നെയിം ഇല്ല. അതേപോലെ തന്നെ ഇൻഡ് രജിസ്റ്റർ നമ്പർ, ക്യാർ നെയിം ഓഫ് 20 തന്നിട്ടുണ്ട്. ഫ്ലോട്ട് മാർക്ക് ഓഫ് 100 ആണ് തന്നേക്കുന്നത്. ഫ്ലോട്ട് ആണെങ്കിൽ വരുന്നത് 100.00 ആയിരിക്കും. 100.0 വരണം. അല്ലെങ്കിൽ ഫ്ലോട്ട് മാറ്റിയിട്ട് എന്താക്കണം? ഇൻറ്റ് മാർക്ക് ഇസ് ഈക്വൽ ടു 100 എന്ന് കൊടുക്കണം. ഇതുപോലത്തെ എറേഴ്സ് ഫൈൻഡ് ചെയ്യാൻ ചോദിക്കാം. പിന്നെ ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിൽ വേറൊരു സ്ട്രക്ചർ ഉള്ളതിനെയാണ് നമ്മൾ നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതൊരു ചാൻസ് ഉണ്ട്. നെസ്റ്റഡ് സ്ട്രക്ചറിന്റെ 2 ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ്, ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിൽ വേറൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നതിനെ നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയാം. അതേപോലെ ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിൽ വേറൊരു സ്ട്രക്ചറിന്റെ ബോഡി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയും നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയാം. ഇനി ഒരു സ്ട്രക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. ഈ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് സ്ട്രക്ചർ വാരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. ഇനി ഇതിലോട്ടൊരു 15 വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുക. എങ്ങനെയാണ് ഒരു സ്ട്രക്ചറിനെ ഡിക്ലെയർ ചെയ്യുന്നത്? സ്ട്രക്ചറിന്റെ പേര് വെച്ച് ഡിക്ലെയർ ചെയ്യുക. ഇൻറ്റ് റിയൽ, ഇൻറ്റ് ഇമേജ് വെച്ചിട്ട് അത് ക്രിയേറ്റ് ചെയ്യുക. ദെൻ ഇനീഷ്യലൈസേഷൻ ചെയ്യുക. സ്ട്രക്ചർ ജസ്റ്റ് എ എന്ന് പറഞ്ഞിട്ട് ഇനീഷ്യലൈസേഷൻ ചെയ്യുക. എന്നിട്ട് ആ എയിലോട്ട് എന്ത് ചെയ്യുക? എന്തൊക്കെയാണോ വാല്യൂസ് വേണ്ടത് ആ വാല്യൂ ഇൻസേർട്ട് ചെയ്യുക. സി ഔട്ട്, സി ഇൻ വെച്ചിട്ട് ഇൻസേർട്ട് ചെയ്യാം. ഇന്നലെ ഞാനൊരു പ്രോഗ്രാം പറഞ്ഞു തന്നായിരുന്നു. ആ പ്രോഗ്രാം ഒന്ന് പഠിച്ചാൽ മതി. ബാക്കിയെല്ലാം ആ ടൈപ്പ് തന്നെ ആയിരിക്കും വരിക. പിന്നെ ഇപ്പം ഓപ്പറേറ്റേഴ്സിന്റെ ഡിഫറൻസ്, സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേറ്റേഴ്സ്, ആംബസെന്റ് എന്ന് പറയുന്ന ഓപ്പറേറ്റേഴ്സ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ്. എങ്ങനെയാണ് ഒരു സ്ട്രക്ചറിലെ എലമെന്റിനെ ആക്സസ് ചെയ്യുന്നത്? ഡോട്ട് ഓപ്പറേറ്റർ. എങ്ങനെയാണ് അരയിൽ എലമെന്റിനെ ആക്സസ് ചെയ്യുന്നത്? സബ്സ്ക്രിപ്റ്റ്. ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാം. അതും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. പിന്നെ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ അരേ ആൻഡ് സ്ട്രക്ചർ, അത് ഞാൻ പറഞ്ഞതാണ്. How will you free the allocated memory? ഓൾറെഡി അലോക്കേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറി എങ്ങനെയാണ് ഫ്രീ ആകുന്നത്? ഫ്രീ ആക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് ഏത്? ഡിലീറ്റ് ഓപ്പറേറ്റർ. ജസ്റ്റ് ഡിലീറ്റ് ഓപ്പറേറ്റർ എന്ന് 1 വേർഡ് ആണെങ്കിൽ ഓക്കെ, ഡിലീറ്റ് ഓപ്പറേറ്റർ എന്ന് മാത്രം എഴുതിയാൽ മതി. പക്ഷെ 1 വേർഡിൽ അതിന്റെ സിൻടാക്സ് ആണ് ചോദിച്ചിട്ടില്ലെങ്കിൽ സിൻടാക്സ് കറക്റ്റ് എഴുതണം. ഡിലീറ്റ് പോയിന്റർ വാരിയബിൾ നെയിം,
ഇനി വൺ വേർഡ് അല്ല ഡെഫിനിഷൻ ആണ് ചോദിച്ചിട്ടില്ലെങ്കിൽ അതിലൊരു 2 സെന്റൻസ് എഴുതാം, അതിന്റെ ഡിലീറ്റ് ഓപ്പറേറ്ററിന്റെ സിന്റാക്സ് എഴുതാം, അതിന്റെ എക്സാമ്പിൾ എഴുതാം. എപ്പോഴും സിന്റാക്സും എക്സാമ്പിളും കൂടെ ഉണ്ടായിരിക്കണം, ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പാടില്ല. അതേപോലെ തന്നെ ഈ മെമ്മറി അലോക്കേഷനിൽ നമ്മൾ എങ്ങനെയാണ് മെമ്മറി ഡീഅലോക്കേറ്റ് ചെയ്യാതിരുന്നാൽ വരാവുന്ന പ്രശ്നങ്ങൾ എന്താണ്, അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഇവിടെ തന്നിട്ടുള്ള ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മളെ ഡിഫറൻസ് എന്താണ്? ഒന്ന് ഒരു അരേന്റെ ഉള്ളിൽ ഇന്റീജർ ഒന്ന് നോർമൽ ഒരു പോയിന്റർ വാല്യൂവിന്റെ ഡിക്ലറേഷൻ ആണ്. രണ്ടാമത് പറഞ്ഞേക്കുന്നത് എന്താണ്? ഒരു അരേന്റെ ഉള്ളിൽ പോയിന്ററിനെ ഡിക്ലെയർ ചെയ്യുന്നതാണ്. അരയാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു സബ്സ്ക്രിപ്റ്റ് വാല്യൂ യൂസ് ചെയ്തിട്ട് മനസ്സിലാക്കണം. ഇനി എന്താണ് ഒരു C++ലെ പോയിന്റർ? ആ പോയിന്ററിനെ എങ്ങനെയാണ് ഇനീഷ്യലൈസേഷൻ നടത്തുന്നത്? ഇനീഷ്യലൈസേഷൻ നടത്തുമ്പം സിന്റാക്സ് ഓർത്ത് വെക്കണം. എന്താണ് ക്യാരക്ടർ ഓൺ എ പോയിന്റർ അല്ലെങ്കിൽ സ്ട്രിങ് ഓൺ എ പോയിന്റർ? എങ്ങനെയാണ് ഒരു സ്ട്രിങ്ങിൽ അരേ റെപ്രസെന്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഒരു സ്ട്രിങ്ങിൽ പോയിന്റർ റെപ്രസെന്റ് ചെയ്യുന്നത്? അതിന്റെ സിന്റാക്സ് വിത്ത് എക്സാമ്പിൾ പ്രോപ്പർ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. മെയിൻ ആയിട്ട് ഇത്രയും പഠിച്ചിട്ടുണ്ടാവണം. മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും എളുപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കുക, അത് നന്നായിട്ട് പഠിക്കുക. ഫസ്റ്റ് വൺ എഴുതുമല്ലോ ജവാദ? ഇത് എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. എന്തായിരുന്നടാ? സ്ക്രീൻ കാണാലോ? ഈ ചാപ്റ്ററിന് ഇത്രയും മാത്രം പഠിച്ചാൽ മതി. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള മാർക്ക് കംപ്ലീറ്റ് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സ്കോർ ചെയ്യാന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് സിന്റാക്സും എക്സാമ്പിളും എഴുതി പിടിപ്പിക്കുക. അതൊരു കാരണവശാലും സ്കിപ്പ് ചെയ്തരുത്. ഞാൻ എഗെയിൻ പറയുന്നുണ്ടെങ്കിൽ അത് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വാലുവേഷനിൽ ടീച്ചേഴ്സ് മാർക്ക് കുറച്ചിട്ടുള്ള പോർഷനാണ് സിന്റാക്സും എക്സാമ്പിളും എഴുതാത്തത്. അതുകൊണ്ടാണ് അത് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത്. സിന്റാക്സ് എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ സിന്റാക്സ് സിന്റാക്സ് ആണെന്ന് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ബോക്സ് ചെയ്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടോ ഉണ്ടാവണം. സിന്റാക്സ് എഴുതി കഴിഞ്ഞാൽ ആ സിന്റാക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സാമ്പിൾ എഴുതാൻ വലിയ പണിയില്ല. നേരെ തൊട്ട് താഴെ എക്സാമ്പിൾ എഴുതാം. ഓക്കെ,
ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചേ. ഞാൻ സ്ട്രെസ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാം. എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയാ. നോട്ട്സ് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഹലോ, ഇടാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് എനിക്കിന്ന് സാറിനോട് പറഞ്ഞാലും മതി, മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ ഇന്ന് തന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കണം. അതിൽ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉറപ്പായിട്ടും സ്ട്രെസ് ചെയ്ത് പഠിക്കുകയും വേണം. ഓക്കെ.